ഹമാസ് ഭീകരവാദികളാണോ എന്ന ചോദ്യത്തിന് ഞാൻ മറുപടി പറയാൻ നിന്നിട്ടില്ല. കാരണം ആ പരിശോധനയ്ക്ക് പറ്റിയ സമയമല്ല ഇത്. ഒക്ടോബർ 7-ന് പലസ്തീനിൽ നിന്ന് ആക്രമണം ഉണ്ടായി എന്നതാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ഒക്ടോബർ 7 വരെയും ആക്രമിക്കപ്പെടുകയാണ് അവർ. ആക്രമിക്കപ്പെടുന്നവർക്ക് തിരിച്ചടിക്കാൻ അവകാശമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം. അപ്പം ലോകമെമ്പാടും സമാധാനത്തിൻ്റെ 100 പൂക്കൾ വിടർന്നാൽ പട്ടിണിയിലാവുന്ന ആദ്യത്തെ രാജ്യം അമേരിക്കയായിരിക്കും. തങ്ങളുടെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഗാനമേള വേണോ, നാടകം വേണോ, ഭക്തിപ്രഭാഷണം വേണോ, എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ആ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളാണ്. അവിടുത്തെ അവരുടെ കമ്മിറ്റിയാണ്. അതിൽ രാഷ്ട്രീയ പാർട്ടികൾക്കോ കോടതിക്കോ ഒരു അധികാരവും. കൊല്ലത്ത് CPIM സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ ഒരു ന്യായാധിപൻ പറഞ്ഞു, കൊല്ലത്ത് ആകെ പ്രചരണമാണ്, അവിടെ കണ്ണടച്ചു പോകാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ജാഥ കടന്നുപോയി. നമ്മുടെ ഈ കൊച്ചിയിൽ മുഴുവൻ പ്രചരണം നടത്തിയില്ലേ? നമ്മളതിനെ എതിർത്തിട്ടില്ല, എതിർക്കേണ്ട കാര്യവുമില്ല. അത് അവരുടെ ഒരു പരിപാടിയുടെ ഭാഗമായുള്ള പ്രചരണമാണ്. പക്ഷേ ഈ ന്യായാധിപന് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അദ്ദേഹം അത് ആസ്വദിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇത്തരത്തിലൊരു പ്രതികരണവും വന്നില്ല. കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ ഏതെല്ലാം പരിപാടികൾക്ക് ഇത്തരത്തിലുള്ള വ്യാപകമായ പ്രചരണങ്ങൾ നടത്തുന്നു. അന്നൊന്നും ഇത്തരം പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിട്ടില്ല. എന്നാൽ CPIM സംസ്ഥാന സമ്മേളനം വരുമ്പോൾ അദ്ദേഹം അസ്വസ്ഥനാകുന്നു. ആ അസ്വസ്ഥത പ്രത്യേകമായ ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് ആരെങ്കിലും സംശയിക്കുന്നവരെ നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല. എന്തുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാരിന് ഈ ആശാവർക്കർമാരുടെ ഈ സമരത്തെ അനുഭാവപൂർവ്വം കാണാനും അതിനൊരു തീരുമാനം ഉണ്ടാക്കാനും ഇതുവരെയും സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ സമരം ചെയ്യേണ്ടിടത്ത് സമരം ചെയ്യാതെ, യഥാർത്ഥത്തിൽ ആശാവർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കാൻ ഉത്തരവാദിത്വവും അധികാരവും ഉള്ള ആളുകളെ സമരപ്പന്തലിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് പാട്ടുപാടി സ്വീകരിക്കുകയും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ ഇവിടെ സംസ്ഥാന വിഹിതം ഓണറേറിയത്തിൽ കൊടുക്കുന്ന കേരള ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള സമരത്തിന്റെ മുന്നിൽ CPIM അപകടകരമായ ആ ആശയത്തിന്റെ കാലൊച്ചയാണ് കേൾക്കുന്നത് എന്നാണ് നവഫാസിസത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അതല്ലാതെ സംഘപരിവാരത്തെ വെള്ളപൂശാനോ കുറ്റവിമുക്തരാക്കുവാനോ അവരുടെ വെല്ലുവിളിയെ ഒരല്പം ഗൗരവം കുറച്ചു കാണാനോ അല്ല. മറിച്ച് ഫാസിസത്തിന്റെ കാലൊച്ച ഇതാ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് പറയുമ്പോൾ അതിശോക്തിപരമായി പോകരുത്. ഫാസിസം വന്നു എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഫാസിസം എന്ന ആളുകൾ കരുതും. അതല്ല. അടിമവേല ആസ്വദിച്ചുകൊണ്ട് മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നതിനേക്കാൾ മുന്തിയ അടിമയാണ് താനെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നവർ അവരുടെ കയ്യിൽ നിന്നുള്ള സംഭാവനകളും കൊടുക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളുടെ പൊതുസ്ഥിതി ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റിനെ ഞാൻ പറഞ്ഞത് നിങ്ങൾ കുംഭമേള പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ചൊരു പരാമർശം നടത്തിയ ചാനലിനുണ്ടായ അനുഭവം, അതിലെ പ്രവർത്തകർക്കുണ്ടായ അനുഭവം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഇപ്പോൾ പാർലമെന്റിന്റെ ഉദ്ഘാടനം നടക്കുന്നു. ഒരു മതനിരപേക്ഷ രാജ്യത്തിന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധമാണ് അന്ന് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട സന്യാസിമാർ എല്ലാ ചടങ്ങുകളും കൈയടക്കി ഒരു ക്ഷേത്രത്തിലെ പൂജ നടക്കുന്ന പോലെയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ഉദ്ഘാടനം നടന്നത്. അത് വിമർശിക്കാൻ എത്ര മാധ്യമങ്ങളുണ്ടായി നമ്മുടെ നാട്ടിൽ. CPIM വിരുദ്ധത ഗവൺമെന്റ് വിരുദ്ധതയായി മാറുന്നു. ഗവൺമെന്റ് വിരുദ്ധത കേരള വിരുദ്ധതയായി തന്നെ മാറുന്നു. സത്യത്തിൽ അവർക്ക് കേരളത്തോടല്ല, കേരളത്തിലെ ഇടതുപക്ഷത്തോടാണ്, CPIM-നോടാണ് വിരോധം. CPIM-നെ വീണ്ടും വീണ്ടും വിജയിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് അത് കേരളത്തോട് തന്നെയുള്ള വിരോധമായി മാറിയിരിക്കുന്നത്. അത് സമതല തെറ്റിയവരുടെ ജൽപ്പനങ്ങളാണ്. ഇന്ന് EMSന്റെ ഓർമ്മ ദിനമാണ്. EMSനെ പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത് ആധുനിക കേരളത്തിൻ്റെ ശില്പിയായിട്ടാണ്. ഇപ്പം ഇന്ന് മുഖ്യമന്ത്രി EMSനെ അനുസ്മരിച്ചുകൊണ്ട് എഴുതിയപ്പോഴും ആധുനിക കേരളത്തിൻ്റെ ശില്പിയായ EMS എന്ന് പറഞ്ഞിട്ടുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് EMSൻ്റെ ആ ഒരു ആധുനിക കേരളത്തിൻ്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. EMSനെ പലരും പലതരത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും അർത്ഥപൂർണമായ ഒരു വിശേഷണമാണ് നിങ്ങളിവിടെ സൂചിപ്പിച്ച ആധുനിക കേരളത്തിൻ്റെ ശില്പി എന്നുള്ളത്. അത് പല നിലയിൽ വിശദീകരിക്കാവുന്ന മാനങ്ങൾ ആ വിശേഷണത്തിനുണ്ട്. ഒന്ന്, കേരളം എന്ന സംസ്ഥാനം രൂപീകരിക്കുന്നതിലേക്ക് അന്ന് ഭരണകർത്താക്കളെ നയിച്ച ചർച്ചകളുടെയൊക്കെ ഒരടിസ്ഥാനം EMSൻ്റെ കൂടി വിശകലനങ്ങളായിരുന്നു. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പേരിൽ EMS എഴുതിയത് ഭാഷാടിസ്ഥാനത്തിൽ കേരളം എന്നൊരു സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നതായി പിൽക്കാലത്ത് മാറിയിട്ടുണ്ട്. അപ്പോൾ മലയാള ഭാഷ സംസാരിക്കുന്നവരുടെ ഒരു സംസ്ഥാനം എന്ന ആശയം വളരെ മുൻപ് തന്നെ EMS മുൻപോട്ട് വച്ചതാണ്. അതൊരു ഭാഗം. 2, 56 കേരളം രൂപീകരിക്കപ്പെടുന്നു. 57 ആദ്യത്തെ ഗവൺമെൻറ്, ഐക്യകേരളത്തിലെ ആദ്യത്തെ ഗവൺമെൻറ് ഉണ്ടാകുന്നു.
EMS ആ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയാവുന്നു. ആ ഗവൺമെൻറ് ആദ്യം ചെയ്ത ഒരു കാര്യം കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം പ്രാബല്യത്തിൽ വരുത്തുക എന്നതായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജന്മിത്തം കുടികുത്തി വാണ ഒരു കാലഘട്ടമായിരുന്നു അത്. വൻകിട ഭൂ ഉടമകളുടെ ജന്മികളുടെ കാൽക്കീഴിലെ പുഴുക്കളെ പോലെ മനുഷ്യർ ജീവിക്കേണ്ടിയിരുന്ന ഒരു കാലം. ഒരർത്ഥത്തിലുള്ള അടിമത്തം അതാണ് നിലനിന്നിരുന്നത്. മരിച്ചുപോയാൽ മൃതശരീരം മറവ് ചെയ്യാൻ പോലും 6 അടി മണ്ണ് സ്വന്തമായിട്ടില്ലാത്ത ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരായിരുന്നു അന്നത്തെ കേരളത്തിലെ സാധാരണക്കാർ, തൊഴിലാളികൾ. ആ സ്ഥിതിക്കൊരു മാറ്റമുണ്ടായത്, എല്ലാവരും ഒരു തുണ്ട് ഭൂമിയുടെ ഉടമകളായി മാറിയത് ഈ നിയമനിർമ്മാണത്തെ തുടർന്നാണ്. പിന്നീടത് സമഗ്ര ഭൂപരിഷ്കരണ നിയമമായിട്ട് രൂപപ്പെട്ടു. മഹത്തായ സമരത്തിലൂടെ അത് പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്തു. ഇത് ആധുനിക കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. അത് EMS ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് ആരംഭിച്ചത്. പിന്നെ തുടർന്നിങ്ങോട്ടുള്ള നിരവധി നിയമനിർമ്മാണങ്ങളുണ്ട്, പരിഷ്കാരങ്ങളുണ്ട്. അതെല്ലാം കേരളത്തിൻ്റെ അടിസ്ഥാന ശിലകളായി രൂപപ്പെട്ടു എന്നത് വസ്തുതയാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പലരും EMSനെ ആധുനിക കേരളത്തിൻ്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് കേവലം ആലങ്കാരികമായ ഒരു വിശേഷണം മാത്രമല്ല, അർത്ഥപൂർണമായ ഒരു ചരിത്ര പ്രസ്താവന തന്നെയാണ്. ഈ EMS ഭരണകൂടത്തിൽ നിന്ന് പിണറായി ഭരണകൂടത്തിലേക്ക് എത്തുമ്പോൾ കേരളം ഒരുപാട് മാറ്റങ്ങൾക്ക് സാക്ഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ EMSൽ നിന്ന് പിണറായി വിജയനിലേക്കുള്ള ഒരു ദൂരം എത്രയാണെന്ന് പറയും? EMS ഒരു തുടക്കമായിരുന്നു. EMS ഗവൺമെൻറ് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളിലെയും പോലെ ദാരിദ്ര്യവും നിരക്ഷരതയും ഈ ജന്മിത്വത്തിൻ്റെതായ എല്ലാ ദുരിതങ്ങളും പേറി നിൽക്കുന്ന ഒരു ജനതയായിരുന്നു കേരളത്തിലും. അവിടെ നിന്നുള്ള മാറ്റത്തിൻ്റെ തുടക്കമാണ് 57 ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആരംഭിച്ചത്. അത് കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം മാത്രമല്ല, അതാണ് ഏറ്റവും പ്രധാനം. വിദ്യാഭ്യാസ ബില്ല് ആ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. മറ്റൊട്ടനവധി പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ടത് ആ ഗവൺമെൻറ്റാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ആ ഗവൺമെൻറ് നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ സമാനതകളില്ലാത്തതാണ്. ഒരൊറ്റ കാര്യം മാത്രം നമുക്ക് ഓർമ്മിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിൽ അന്ന് EMS അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ സൗജന്യ വിദ്യാഭ്യാസം 4ാം ക്ലാസ് വരെ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ സാധാരണ കുടുംബത്തിലെ ഒരു കുട്ടി 4ാം ക്ലാസ്സിൽ നിന്നും 5ലേക്ക് ജയിച്ചാൽ ആ കുട്ടിക്ക് പഠനം തുടരണമെങ്കിൽ മാസം തോറും ഫീസ് അടയ്ക്കണം. അതാണ് സ്ഥിതി. അതുകൊണ്ട് തന്നെ ദരിദ്ര പശ്ചാത്തലമുള്ള കുടുംബം, അങ്ങനെയുള്ള കുടുംബങ്ങളാണ് അധികവും. അവിടുത്തെ കുട്ടികൾക്കൊന്നും 4ാം ക്ലാസ് കഴിഞ്ഞാൽ തുടർ പഠനം സാധ്യമല്ല എന്ന നിലയാണ് വന്നത്. PK ശാരംഗപാണിയുടെ ആത്മകഥ ആ കാര്യം പരാമർശിക്കുന്നുണ്ട്. PK ശാരംഗപാണി എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് മലയാള സിനിമയെ തൻ്റെ കൈവെള്ളയിൽ കൊണ്ടു നടന്നയാളാണ്. 10-32 വടക്കൻ പാട്ട് സിനിമകൾക്ക് തിരക്കഥ എഴുതിയ ആളായിരുന്നു ശാരംഗപാണി. അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗത്ത് പറയുന്നുണ്ട്, 4ാം ക്ലാസ് വരെ മാത്രമേ എനിക്ക് പഠിക്കുവാൻ കഴിഞ്ഞുള്ളൂ. അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത് ഇതാണ്: 5ാം ക്ലാസ്സിലേക്ക് ജയിച്ചാൽ അക്കാലത്ത് ഫീസ് അടയ്ക്കണമായിരുന്നു. അങ്ങനെ ഫീസ് അടയ്ക്കാനുള്ള ശേഷി എൻ്റെ കുടുംബത്തിനില്ലാത്തതുകൊണ്ട് 4ാം തരത്തിൽ വെച്ച് പഠനം നിർത്തേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഒറ്റപ്പെട്ടൊരു അനുഭവമല്ല. ആ കാലത്തെ സാധാരണ കുടുംബങ്ങളിലെ എല്ലാ കുട്ടികളും നേരിട്ടിരുന്ന പ്രശ്നമാണത്. രക്ഷിതാക്കളുടെ മുന്നിലുള്ള വെല്ലുവിളിയായിരുന്നു. 57 EMS ഗവൺമെൻറ്റാണ് 7ാം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസം കേരളത്തിൽ ഏർപ്പെടുത്തിയത്. 4ൽ വെച്ച് അവസാനിക്കുമായിരുന്ന സാധാരണ കുടുംബങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം 7 വരെ നീട്ടിക്കിട്ടി എന്നതാണ് ആ ഗവൺമെൻറ്റിൻ്റെ കാലത്തെ ഈ നടപടിയുടെ പ്രത്യേകത. പിന്നെ നമുക്കറിയാം, വിമോചന സമരം ഉണ്ടായി. നെഹ്റു ഗവൺമെൻറ് EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. പിന്നീട് EMS മുഖ്യമന്ത്രിയായി ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്, ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് 67ലാണ്. ആ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് 10ാം തരം വരെ സൗജന്യ വിദ്യാഭ്യാസം കേരളത്തിൽ യാഥാർത്ഥ്യമായത്. പിന്നെ ഉച്ചക്കഞ്ഞി സൗജന്യമായി, അങ്ങനെ അതിൻ്റെ തുടർച്ചകളൊക്കെ ഉണ്ടായി. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയുടെ അടിത്തറ അതാണ്. ഞാൻ പറഞ്ഞത്, ആ ഗവൺമെൻറ്റാണ് ഈ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത്. എന്നാൽ തുടർന്ന് വന്ന ഓരോ ഗവൺമെൻറ്റും ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് മുൻപോട്ട് പോകാൻ ശ്രമിച്ചു. അത് 67 EMS ഗവൺമെൻറ്, പിന്നീട് 80 നായനാരുടെ നേതൃത്വത്തിൽ വന്ന ഗവൺമെൻറ്റാണ് ക്ഷേമ പെൻഷനുകൾ, പ്രധാനമായും കർഷക തൊഴിലാളി പെൻഷൻ. ഇന്ത്യയിൽ ആദ്യമായി കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ നൽകാൻ തീരുമാനിച്ചത് ആ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. 87 വീണ്ടും വന്ന ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് സമ്പൂർണ്ണ സാക്ഷരത
നമ്മൾ ലോകോത്തര നിലവാരത്തിലേക്ക് സാക്ഷരതയുടെ കാര്യത്തിൽ വളർന്നു. അതിന് ശേഷം അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റാണ് ജനകീയ ആസൂത്രണം യാഥാർത്ഥ്യമാക്കി. അധികാര വികേന്ദ്രീകരണം, ഗ്രാമപ്രദേശങ്ങളിലെ വികസനം യാഥാർത്ഥ്യമായത് ആ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പിണറായി ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്നു. 2 തവണയായി അധികാരത്തിലിരിക്കുന്നു. ഈ ഗവൺമെൻറ് മുൻ ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് മുൻപോട്ട് പോകാൻ ശ്രമിക്കുന്നത്. പ്രധാനമായും 2 നിലയിലാണ്. ഒന്ന്, വൻകിട പദ്ധതികൾ, കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റിമറിക്കുന്ന വൻകിട പദ്ധതികൾ. അതാണ് ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ പൂർത്തീകരണം, കൊച്ചി ഇടമൺ പവർ ഹൈവേ, മലയോര ഹൈവേ, ഫോൺ, തീരദേശ ഹൈവേ, ഇതൊക്കെ അതിൽപ്പെടുന്നതാണ്. അത് കേരളത്തെ ലോക നിലവാരത്തിലേക്ക് എത്തിക്കും. അത് 2ാം ഭാഗം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറുഭാഗം, ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുക. അതാണ് നമ്മുടെ ക്ഷേമ പെൻഷൻ, ലൈഫ് ഭവന പദ്ധതി, ആശുപത്രികളുടെയും സ്കൂളുകളുടെയും നവീകരണം, ഇത്തരം കാര്യങ്ങളെല്ലാം അതിൽ വരുന്നതാണ്. അപ്പോൾ 57-ലെ ഗവൺമെൻറ്റിൻ്റെ ഒരു തുടർച്ചയാണ് പിന്നീട് വന്ന എല്ലാ ഗവൺമെൻറ്റുകളും. അതിപ്പോൾ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് എന്ന് മാത്രം. 16-ൽ അധികാരമെത്തുന്ന സമയത്ത് നവകേരള പദ്ധതി അല്ലെങ്കിൽ നവകേരള സങ്കല്പം എന്ന് പറയുന്ന ഒരു പദ്ധതിയെ മുൻനിർത്തിക്കൊണ്ടായിരുന്നല്ലോ അപ്പോൾ അധികാരത്തിൽ വന്നത്. ഇപ്പോൾ 3-ാം ഊഴം എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രചരണത്തിലേക്ക് CPM സർക്കാരും കടന്നിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ നവകേരള പദ്ധതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം? 1-ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 4 പദ്ധതികൾ പ്രത്യേകമായി ആവിഷ്കരിക്കപ്പെട്ടിരുന്നു. അതിലൊന്നാണ് നേരത്തെ സൂചിപ്പിച്ച ലൈഫ്. അതുകൊണ്ട് ലക്ഷ്യം വെച്ചത് ഭവനരഹിതരായവർക്കെല്ലാം വീട് വെച്ച് നൽകുക എന്നതാണ്. എല്ലാം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും പൂർത്തീകരിക്കാൻ ആ അർത്ഥത്തിൽ സാധിച്ചുകൊള്ളണമെന്നില്ല. കാരണം ഒരാൾക്ക് വീട് കിട്ടിയാലും അയാളുടെ വരുമാനം മറ്റു പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും അത് നിലനിർത്തുക എന്നത്. ചിലപ്പോൾ ഇപ്പോൾ വീട് കിട്ടിയ ഒരാൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും വീടില്ലാതെ ആയേക്കാം. അതൊക്കെ മറ്റൊരു ഭാഗമാണ്. പക്ഷെ നിലവിൽ ഭവനരഹിതരായിരിക്കുന്ന വീടില്ലാത്ത സാധാരണക്കാരായ മനുഷ്യർ, അവർക്ക് വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുക. സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇന്ത്യയിൽ തന്നെ മറ്റെവിടെയും സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയില്ല. ഇപ്പം 4 ലക്ഷത്തോളം വീടുകൾ പണി പൂർത്തിയാക്കി കൈമാറി എന്നതാണ് കണക്ക്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും 5 ലക്ഷം ഭവനരഹിതർക്ക് വീടുകൾ കൈമാറാൻ കഴിഞ്ഞ ഒരു പദ്ധതിയാണ് ലൈഫ് എന്ന് വരും. അതൊരു റെക്കോർഡാണ്. അതാണ് ഒരു പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടത്. 2, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കുക, പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. കേരളം ഉണ്ടായതിനു ശേഷം ഇത്രയധികം പണം പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിക്ഷേപിക്കപ്പെട്ട മറ്റൊരു പദ്ധതി ഉണ്ടായിട്ടില്ല. കണ്ണഞ്ചിപ്പിക്കുന്ന സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങൾ, ആധുനിക കെട്ടിടങ്ങൾ. എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് മുറികളായി മാറി. കമ്പ്യൂട്ടറും പ്രൊജക്ടറും എല്ലാം, അതിൻ്റെ എല്ലാം സഹായത്തോടെ കുട്ടികൾ പഠിക്കുന്ന നില വന്നു. അത് സ്വാഭാവികമായും വിദ്യാഭ്യാസ നിലവാരത്തെ നന്നായി മുൻപോട്ട് നയിച്ചു. 3-ാമത്തേത് ആർദ്രം എന്ന മിഷനാണ്. അത് നമ്മുടെ പൊതുജനാരോഗ്യ പരിപാലന രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടാക്കി. മെച്ചപ്പെട്ട ആശുപത്രി കെട്ടിടങ്ങൾ, പശ്ചാത്തല സൗകര്യങ്ങൾ, ഡോക്ടർമാർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി വികസിപ്പിച്ചു. അവിടെ ദിവസം മുഴുവൻ OP ഉണ്ടായി. 5 ഡോക്ടർമാർ വരെ അവിടെ സേവന സജ്ജരായി മാറാൻ കഴിഞ്ഞു. അതൊക്കെ നമ്മുടെ ആരോഗ്യ പരിപാലന രംഗത്തെ വലിയൊരു കുതിച്ചുചാട്ടമായിരുന്നു. മറ്റൊന്ന് ഹരിത കേരളമാണ്. അത് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം, മാലിന്യ സംസ്കരണം, ശുചീകരണം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ 4 മിഷനുകളിലായി കേരളത്തെ പുതിയൊരു രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കുക എന്നതാണ് പ്രധാനമായും വേണ്ടത്. അതോടൊപ്പം കേരളത്തിലെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുക, വ്യവസായ സൗഹൃദമാക്കി കേരളത്തെ മാറ്റുക, ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കുക. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നവകേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുക. അപ്പോൾ ആ സ്വപ്നത്തിൻ്റെ ഒരു തുടക്കമാണ് മുൻ ഗവൺമെൻറ്റുകളുടെ തുടർച്ച എന്ന പോലെ 2016-ൽ ഈ ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടി ഗവൺമെൻറ് പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. 2ാം ഗവൺമെൻറ് ആകുമ്പോഴേക്കും നമുക്ക് ഒരു ബഹുദൂരം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഗെയിൽ പൂർത്തിയാക്കി, ദേശീയപാത പൂർത്തിയാകാൻ പോകുന്നു. കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമായപ്പോൾ പവർ കട്ട് ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറി. അതൊക്കെ ഒരു അത്ഭുതമാണ് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ മുൻപിൽ. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറി എന്നുള്ളത്. മറ്റെല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള നേട്ടം അനുഭവവേദ്യമായി. അതുകൊണ്ട് തന്നെ കേരളത്തെ പ്രശംസിക്കുന്ന നിലപാട്
കേരളത്തിന് പുറത്ത് പല മാധ്യമങ്ങളും സ്വീകരിച്ചു. ഇപ്പോൾ കേരളത്തിലാണ് മാധ്യമങ്ങൾ ഈ ഗവൺമെൻറ്റിനെ ആക്രമിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത്. ബ്രിട്ടനിലെ ദ ഗാർഡിയൻ ദിനപത്രം കേരളത്തെ മാതൃകയാക്കൂ എന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ഉപദേശിച്ചുകൊണ്ട് പ്രത്യേക വാർത്ത നൽകുന്ന സാഹചര്യം പോലും ഉണ്ടായി. അപ്പോൾ ലോകത്തിൻ്റെ മുൻപിൽ മികവിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏറെ ആദരിക്കപ്പെടുന്നുണ്ട് എന്നതാണ് വസ്തുത. ഇങ്ങനെ കേരളത്തിന് പുറത്ത് മാധ്യമങ്ങളായാലും ലോകത്തിലെ പല തരത്തിലുള്ള പ്രമുഖ ആളുകളായാൽ പോലും കേരളത്തെ ഇങ്ങനെ അഭിനന്ദിക്കുമ്പോഴും കേരളം മെച്ചപ്പെട്ടൊരു സംസ്ഥാനമായി മാറുമ്പോഴും ഈ മാധ്യമങ്ങൾ കൂടാതെ പലരും കേരള വിരുദ്ധ പ്രചരണം കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ കേരളം എന്നതിന് പകരം കേരളം എന്ന് പറഞ്ഞിട്ട് എഴുതുന്ന ചില ആളുകളുണ്ട്. സമൂഹ മാധ്യമങ്ങളാണെങ്കിലും കേരളം ജീവിക്കാൻ കൊള്ളാത്ത നാടാണെന്നുള്ള പ്രചരണം പിന്നെ നടക്കുന്നുണ്ട്. പലതരത്തിൽ കേരള വിരുദ്ധ പ്രചരണത്തിന് വലിയൊരു മേൽക്കൈ കിട്ടുന്ന ഒരു കാലം കൂടിയാണല്ലോ. അപ്പോൾ അതിനെ ആ നിലക്ക് പ്രതിരോധിക്കാൻ ഇടതുപക്ഷ സർക്കാരിനോ അല്ലെങ്കിൽ CPIനോ സാധിക്കുന്നുണ്ടോ? പക്ഷെ ഞാനങ്ങനെ കരുതുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ നവമാധ്യമ സങ്കേതങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കേരള വിരുദ്ധ പ്രചരണമുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരേ ഒരു കാരണമേ ഉള്ളൂ, കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ ഇരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് തന്നെ നമ്മളൊരു വിസ്മയമാണ്. നമ്മളെന്ന് പറഞ്ഞാൽ കേരളീയ സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും കേരളത്തിലെ CPIM ഇത്രമാത്രം അടുക്കും ചിട്ടയോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിൽ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലൊഴികെ മറ്റെവിടെയും അങ്ങനെ അധികം കാണാനില്ല. അപ്പോൾ ഇതൊരു വിസ്മയം പോലെ നിൽക്കുകയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നമ്മൾ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്നു, വീണ്ടും മികച്ച വിജയം നേടി തുടർഭരണവും ഉണ്ടാകുന്നു. അത് ചരിത്രത്തിലെ ആദ്യത്തെ ഒരു അനുഭവമാണ്. അപ്പോൾ ഇടതുപക്ഷ വിരുദ്ധത സമനില തെറ്റിച്ച ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. അവരെ കൂടുതൽ അസ്വസ്ഥരാക്കുന്നു എന്നതാണ് വസ്തുത. ആ അസ്വസ്ഥതയുടെ സമചിത്തത നഷ്ടപ്പെട്ടതിൻ്റെ തെളിവാണ് കേരളത്തെ തന്നെ പരിഹസിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് അവരെത്തി എന്നത്. CPIM വിരുദ്ധത ഗവൺമെൻറ് വിരുദ്ധതയായി മാറുന്നു. ഗവൺമെൻറ് വിരുദ്ധത കേരള വിരുദ്ധതയായി തന്നെ മാറുന്നു. സത്യത്തിൽ അവർക്ക് കേരളത്തോടല്ല, കേരളത്തിലെ ഇടതുപക്ഷത്തോടാണ്, CPIMനോടാണ് വിരോധം. CPIMനെ വീണ്ടും വീണ്ടും വിജയിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് അത് കേരളത്തോട് തന്നെയുള്ള വിരോധമായി മാറിയിരിക്കുന്നത്. അത് സമതല തെറ്റിയവരുടെ ജൽപ്പനങ്ങളാണ്. അക്കൂട്ടത്തിൽ ചില മാധ്യമങ്ങളും അവരുടെ നിക്ഷിപ്തമായ രാഷ്ട്രീയ താല്പര്യങ്ങളാൽ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത്തരത്തിലുള്ള വികൃതമായ ജൽപ്പനങ്ങൾക്ക്, കേരള വിരുദ്ധതയ്ക്ക് മാനസിക പ്രശ്നം കാരണം, ഇടതുപക്ഷ വിരോധത്താൽ രൂപപ്പെട്ട മാനസിക പ്രശ്നം കാരണം സൃഷ്ടിക്കപ്പെടുന്ന കോലാഹലങ്ങൾക്ക് കേരളീയ ജനതയെ സ്വാധീനിക്കാനാവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇടതുപക്ഷക്കാർ മാത്രമല്ലല്ലോ, കേരളത്തിലെ വികസന രംഗത്തെ മികവ്, വ്യവസായ അഭിവൃദ്ധി സംബന്ധിച്ച് അതിനെ അഭിനന്ദിക്കുന്ന നിലയിൽ പ്രസ്താവന ലേഖനം എഴുതിയത് ശശി തരൂരായിരുന്നു. മൂന്നാം ഊഴത്തിന് അനുകൂലമായൊരു സാഹചര്യമാണ് കേരളത്തിൽ എന്ന് പറഞ്ഞത് മുല്ലപ്പള്ളിയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ നേതൃത്വത്തിലുള്ളവർക്ക് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെൻറ് തുടരണം എന്നാഗ്രഹിക്കുന്നുണ്ട്. അവരൊരിക്കലും കേരളത്തിൽ പവർ കട്ട് വരണം, അങ്ങനത്തെ ഒരു പഴയ ഉമ്മൻചാണ്ടിക്കാലം തിരിച്ചു വരണം എന്നാഗ്രഹിക്കില്ല. അവരൊരിക്കലും പാഠപുസ്തകങ്ങൾ കുട്ടികൾക്ക് സമയത്തിന് ലഭിക്കാത്ത, അതിനുവേണ്ടി സമരം ചെയ്യേണ്ടി വരുന്നൊരു കാലം വരണം എന്നാഗ്രഹിക്കില്ല. അവർ പവർ കട്ടില്ലാത്ത, സമയത്തിന് പുസ്തകം കിട്ടുന്ന, ക്ഷേമ പെൻഷനുകൾ മികച്ച നിലയിൽ ലഭ്യമാവുന്ന, ആശുപത്രികളും പള്ളിക്കൂടങ്ങളും വികസിതമാവുന്ന ഈ മെച്ചപ്പെട്ട അന്തരീക്ഷം തുടരണമെന്നാണ് ആഗ്രഹിക്കുക. അപ്പോൾ കേരള വിരുദ്ധ പ്രചരണങ്ങൾക്ക് മലയാളിയുടെ പൊതു പിന്തുണയില്ല എന്നതാണ് വസ്തുത. ഇത് സമനില തെറ്റിയവരുടെ ചില ജൽപ്പനങ്ങൾ മാത്രമാണ്. അത് അവഗണിക്കാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പത്രമാധ്യമങ്ങളുടെ ഒന്നാകെയുള്ള ഇടതുപക്ഷ അല്ലെങ്കിൽ കേരള വിരുദ്ധ പ്രചരണങ്ങളെ പിന്നെ ആ നിലക്ക് അവഗണിച്ച് വിട്ടാൽ മതി എന്ന് തന്നെയാണോ? മാധ്യമങ്ങളുടെ തന്നെ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു ചരിത്രമുണ്ട്. അത് എല്ലാ കാലത്തും ഇങ്ങനെയായിരുന്നു. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ, ആദ്യകാലത്ത് അച്ചടി മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ. അന്നും പ്രമുഖ അച്ചടി മാധ്യമങ്ങളെല്ലാം ഇടതുപക്ഷ വിരുദ്ധ സ്വഭാവമാണ് പ്രകടിപ്പിച്ചിരുന്നത്. അതവരുടെ രാഷ്ട്രീയ താല്പര്യം കൊണ്ടാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലൊരു ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞയാളാണ് മലയാള മനോരമയുടെ പഴയ പത്രാധിപർ. 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. അദ്ദേഹത്തിന് പക്ഷേ ആത്മഹത്യ ചെയ്യേണ്ടി വന്നില്ല. കാരണം 54 തന്നെ അദ്ദേഹം മരിച്ചു പോയിരുന്നു. അതുകൊണ്ട് വാക്ക് പാലിക്കുന്നതിനെ സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പിന്മുറയും അതേ നിലപാട് സ്വീകരിക്കുന്നവരാണ്. കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് അവരുടെ മുഖമുദ്ര.
ഓരോ ദിവസവും വാർത്തകളിലെ ഓരോ വരികളിലൂടെയും ആ CPIM വിരോധം അവർ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. മറ്റ് ചില മാധ്യമങ്ങളും ഇതേ ദിശയിലാണ് പോകുന്നത്. അത് തുറന്നു കാണിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ വാർത്തകൾ നൽകാൻ കാരണം അവരുടെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായ നിലപാടിൻ്റെ ഭാഗമായാണ് നിരന്തരം ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ കൊടുക്കുന്നത് എന്നും അത് യാഥാർത്ഥ്യവുമായി ബന്ധമുള്ളതല്ല എന്നും കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ ഓരോ ഇടതുപക്ഷ പ്രവർത്തകനും തുറന്നു കാണിച്ചുകൊണ്ടാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം ഏറ്റെടുത്ത് മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാധ്യമങ്ങൾക്കൊന്നും അവരുടെ നുണവാർത്തകൾക്കൊന്നും മലയാളിയെ വഴിതെറ്റിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയെല്ലാം സർവ്വസന്നാഹങ്ങളും എടുത്ത് ഇടതുപക്ഷത്തെ ആക്രമിച്ചിട്ടും കേരളത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം 57-ലും 67-ലും 80-ലും 87-ലും 96-ലും 2006-ലും 2016 മുതൽ ഇങ്ങോട്ടും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വന്നല്ലോ. അതിൻ്റെ കാരണം ഈ മാധ്യമങ്ങളുടെ സംഘടിതമായ വ്യാജ പ്രചാരവേലയെ, അവരുടെ പ്രതീതിവൽക്കരണത്തെ ശരിയായി തുറന്നു കാണിക്കാനും സത്യം ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കാനും ഇടതുപക്ഷത്തെ ഓരോ പ്രവർത്തകനും കാണിച്ച ജാഗ്രതയാണ്. അത് തുടർന്നു പോവുകയും വേണം. അതോടൊപ്പം കേരളത്തിനെതിരായ നിക്ഷിപ്ത താല്പര്യക്കാരുടെ ആക്രമണത്തെ വലിയൊരളവോളം അവഗണിക്കുകയും ആവശ്യമായതെല്ലാം വ്യാജ പ്രചരണങ്ങളെ തുറന്നു കാണിക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ്. അതായത് മുഖ്യശത്രുവായി കേരളത്തിൽ ഇടതുപക്ഷം കാണുന്നത് മാധ്യമങ്ങളെയാണോ പ്രതിപക്ഷത്തിലെ കോൺഗ്രസിനെയാണോ BJP എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഏറ്റവും ആത്യന്തികമായി ഏറ്റവും ആദ്യം പ്രതിരോധിക്കേണ്ടത് ഏത് വിഭാഗത്തെയാണെന്നാണ് വിചാരിക്കുന്നത്? അല്ല, മാധ്യമങ്ങളെ നമ്മളങ്ങനെ ശത്രുക്കളായി കാണുന്നില്ല. മാധ്യമങ്ങൾ സത്യത്തിൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ സുപ്രധാനമായ പങ്ക് വഹിക്കേണ്ട ഒരു വിഭാഗമാണ്. നമ്മുടേത് വിമർശനമാണ്. അത് ശത്രുക്കളായി കാണുന്നതുകൊണ്ടല്ല. മാധ്യമങ്ങളുടെ ധർമ്മം പാലിക്കുന്നില്ല എന്നതാണ് നമ്മുടെ വിമർശനം, നമ്മുടെ പരാതി. മാധ്യമധർമ്മം ഇവിടെ പാലിക്കപ്പെടുന്നില്ല. പകരം പ്രതിപക്ഷത്തിൻ്റെ നിക്ഷിപ്ത താല്പര്യങ്ങളുടെ ജിഹ്വയായി മാറുന്നു എന്നതാണ്. മാധ്യമങ്ങളുടെ നേരെ ഉയർത്തുന്ന വിമർശനം ഇവിടെ കരുത്തുറ്റ മാധ്യമങ്ങൾ ഉണ്ടാവണമെന്നും അവരുടെ സൃഷ്ടിപരമായ വിമർശനങ്ങളൊക്കെ നിലനിൽക്കണമെന്നുമുള്ള ആഗ്രഹം കൊണ്ടാണ്. ഗവൺമെൻറ്റിനെതിരായ വിമർശനം ഉയർത്താനല്ല മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്, ഗവൺമെൻറ്റിനെതിരായി അപവാദങ്ങൾ പ്രചരിപ്പിക്കാനാണ്. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രതിപക്ഷം ഉത്തരവാദിത്വമുള്ള ഒരു പ്രതിപക്ഷമേ അല്ല. ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രക്ഷോഭം ഏറ്റെടുക്കുകയോ ഒരു നിലപാട് മുൻപോട്ട് വെക്കുകയോ ഒന്നും ഈ പ്രതിപക്ഷത്തെ കൊണ്ട് കഴിയില്ല. പ്രതിപക്ഷം അങ്ങേയറ്റം ദുർബലമാണ്, ഉത്തരവാദിത്വരഹിതവുമാണ്. ഇവിടെ നാം ശത്രുപക്ഷത്ത് കാണേണ്ടത് തീർച്ചയായും വർഗീയതയാണ്. അതാണ് നമ്മുടെ സമൂഹത്തെ ശിഥിലമാക്കുന്ന ഏറ്റവും വലിയ അപകടം. വർഗീയത ജനാധിപത്യത്തിൻ്റെ എല്ലാ സാധ്യതകളെയും തകർത്ത് കളയും. അത് നമ്മുടെ നാടിനെ സമൂലം നശിപ്പിക്കുന്ന വിപത്താണ്. അതുകൊണ്ട് വർഗീയതയ്ക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുക എന്നതാണ്. മതനിരപേക്ഷ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ മനുഷ്യരുടെയും സാഹോദര്യവും പാരസ്പര്യവും ഊട്ടിയുറപ്പിച്ച് വർഗീയതയുടെ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയ പ്രചാരവേലകളെയെല്ലാം പ്രതിരോധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരെങ്കിലും നാം അകറ്റി നിർത്തേണ്ട ശത്രുക്കളായി കണക്കാക്കേണ്ടതുണ്ടെങ്കിൽ അത് വർഗീയതയാണ്. വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണമെന്ന് പറയുമ്പോൾ പോലും ഈ അടുത്ത കാലത്തായി ഇപ്പോൾ 1-ാം മോദി സർക്കാരിൻ്റെ കാലത്തും 2-ാം മോദി സർക്കാരിൻ്റെ കാലത്തൊക്കെ ദളിതർക്കെതിരെയുള്ള ആക്രമണം, മുസ്ലിങ്ങൾക്കെതിരെയുള്ള അക്രമം, അല്ലെങ്കിൽ ഒരു ഏകാധിപത്യ പ്രവണതയുള്ള പലതരം നയങ്ങൾ, മനുഷ്യത്വ വിരുദ്ധമായ ഒരുപാട് നിയമങ്ങളൊക്കെ പാസ്സാക്കിയ ഒരു ചരിത്രമുണ്ട്. പക്ഷേ അതിനൊക്കെ എതിരെ ഭീകരമായിട്ടുള്ള ഒരു പ്രതിരോധവും പ്രതിഷേധവും സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് ദേശീയ തലത്തിലൊക്കെയാണ്. പക്ഷേ ഈ 3-ാം മോദി സർക്കാരിൻ്റെ കാലത്ത് ഉയർന്നു വരുന്ന ഈ ഹോളി ആഘോഷത്തിൻ്റെ മറവിലുള്ള അതിക്രമങ്ങൾ, രാമനവമി പോലുള്ള ആഘോഷത്തിൻ്റെ മറവിൽ നടക്കുന്നത്, ഏറ്റവും ഒടുവിൽ ചാവ എന്ന് പറയുന്ന സിനിമയ്ക്ക് പിന്നാലെ നാഗ്പൂരിലടക്കം പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ രാജ്യം ഒരു വലിയ ഭീകരമായിട്ട് ഒരു വർഗീയ കലാപത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതിരോധം സാധ്യമാകുന്നുണ്ടോ രാജ്യത്ത്? അങ്ങനെ പറഞ്ഞുകൂടാ. നമ്മുടെ രാജ്യത്ത് സത്യത്തിൽ വർഗീയതയ്ക്കെതിരെ മതനിരപേക്ഷ നിലപാട് ഉയർത്തിക്കൊണ്ട് ഏറ്റവും ശക്തമായ പ്രതിരോധത്തിന് നേതൃത്വം കൊടുക്കേണ്ട ഉത്തരവാദിത്വം, ഒന്നാമത്തെ ഉത്തരവാദിത്വം സത്യത്തിൽ കോൺഗ്രസ്സിനാണ്. അങ്ങനെ പറയാൻ കാരണം നമ്മുടെ രാജ്യത്ത് ഏറ്റവും പഴക്കമുള്ള ഒരു പാർട്ടി, ദീർഘകാലം രാജ്യം ഭരിച്ച പാർട്ടി എന്ന് മാത്രമല്ല പേരിനെങ്കിലും ഇപ്പോഴും മതനിരപേക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു പാർട്ടി.
പ്രതിപക്ഷത്തെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടിയും ആ പാർട്ടിയാണ്. പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ നിരയെ നയിക്കുന്നത് ഒരർത്ഥത്തിൽ കോൺഗ്രസ്സാണ്. ഈ കാരണങ്ങളാലെല്ലാം തന്നെ കോൺഗ്രസ്സിന് ചരിത്രപരമായ ഉത്തരവാദിത്വമുണ്ട് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനും വർഗീയതയ്ക്കെതിരായ പ്രചാരവേലയ്ക്കും പോരാട്ടത്തിനും നേതൃത്വം കൊടുക്കാനും. എന്നാൽ ആ നിലപാട് അവർ സ്വീകരിക്കുന്നില്ല. അവർ അക്കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇന്ത്യയിലെ മതനിരപേക്ഷവാദികളെ ആകെ കൂട്ടിയോജിപ്പിച്ച് വർഗീയതയ്ക്കെതിരായ തീക്ഷ്ണമായ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നേയില്ല എന്നതാണ് പ്രത്യേകത. പകരം അവരും മൃദുവർഗീയതയെ താലോലിക്കുന്നവരായി മാറുന്നു എന്നതാണ്. ഒരു ആരാധനാലയം തകർത്ത് അവിടെ മറ്റൊരു ആരാധനാലയം പണിയുക എന്ന നിലപാട് വർഗീയ ലക്ഷ്യത്തോടെ BJP സ്വീകരിച്ചപ്പോൾ, RSS സ്വീകരിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാടെന്താണ്? തകർക്കുന്ന സമയത്ത്, ബാബറി മസ്ജിദ് തകർക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. ആ പ്രധാനമന്ത്രിയെ ചൂണ്ടിയാണ് കോൺഗ്രസിൻ്റെ മറ്റൊരു സമുന്നതനായിരുന്ന നേതാവ് പിന്നീട് പറഞ്ഞത്, ഇന്ത്യയിലെ ആദ്യത്തെ BJPയുടെ പ്രധാനമന്ത്രി വാജ്പേയി അല്ല, നരസിംഹറാവു ആണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇതിൽ ചരിത്രത്തിൽ ഇത്തരത്തിൽ പല തരത്തിൽ വിമർശിക്കപ്പെടുന്നുണ്ട് കോൺഗ്രസ്. അവിടെ പുതിയ ആരാധനാലയം പണിതപ്പോൾ അതിന് വെള്ളി ഇഷ്ടികകൾ സംഭാവന ചെയ്തവരുടെ മുന്നിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് ഉണ്ടായിരുന്നത്. പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഈ ക്ഷേത്രം ഞങ്ങളുടെ സ്വപ്നമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയിലെ മതനിരപേക്ഷ താല്പര്യങ്ങൾ, മതനിരപേക്ഷ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രതിനിധികളായി നിൽക്കുക എന്ന നിലപാടിൽ അല്ല ഈ കാര്യത്തിലൊന്നും കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തേതിനേക്കാൾ കൂടുതൽ ശക്തിയായ വർഗീയ വിരുദ്ധ ക്യാമ്പയിൻ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അതിൽ കോൺഗ്രസിൻ്റെ പങ്ക് നിർവഹിക്കണം എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക. പക്ഷേ നിർവഹിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. അതിൽ ഇടതുപക്ഷം എവിടെയുണ്ടെന്നുള്ളൊരു ചോദ്യം കൂടി. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് CPIM ഇപ്പോൾ വൻതോതിൽ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി വളർന്നിട്ടില്ല എന്ന് മാത്രമല്ല, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കിയാൽ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായി CPIM അർഹിക്കുന്ന വിജയം നേടിയിട്ടുമില്ല. നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും പക്ഷേ വർഗീയ വിരുദ്ധ പ്രചരണത്തിൻ്റെ മുന്നിൽ, ആ പോരാട്ടത്തിൻ്റെ മുന്നിൽ ഉള്ള ശക്തി ഉപയോഗിച്ചുകൊണ്ട് CPIM ആണ് നിൽക്കുന്നത്. CPIM സംസ്ഥാന ഭരണത്തിലുള്ള ഏക പ്രദേശം കേരളമാണ്. ഈ കേരളത്തിലാണ് വർഗീയതയ്ക്കെതിരെ ശക്തമായ പ്രതിരോധം നമ്മൾ തീർക്കുന്നത്. കേരളത്തിന് പുറത്തും CPIM ഉള്ള കരുത്തുപയോഗിച്ച് മതനിരപേക്ഷ പ്രചരണം ഏറ്റെടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി എല്ലാ വിഭാഗം വർഗീയവാദികളെയും നേരിടേണ്ടി വരുന്നതും CPIM-നാണ്. ഇപ്പോൾ കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കുൽഗാം മണ്ഡലത്തിൽ CPIM സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് മുഹമ്മദ് യൂസഫ് താരിഗാമിയായിരുന്നു. താരിഗാമിക്ക് തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നത് RSSൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്നു. അതാണ് പ്രത്യേകത. എല്ലാ വർഗീയവാദികളും CPIM-നെതിരെ കൈകോർക്കുകയാണ്. RSSും ജമാഅത്തെ ഇസ്ലാമിയും കൈകോർത്താണ് CPIM സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കശ്മീരിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. പക്ഷേ ജനങ്ങളുടെ പിന്തുണയോടെ ഈ വർഗീയ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്താനായി എന്നത് വസ്തുതയുമാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അവിടെ ഉള്ള ശേഷി ഉപയോഗിച്ച് CPIM വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുന്നുണ്ട് എന്നതാണ് വസ്തുത. നേരത്തെ ബീഹാറിലും ഉത്തർപ്രദേശിലും അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു സജീവ സാന്നിധ്യമായി അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിൻ്റെ ഒരു പ്രതിനിധിയായി CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സജീവ സാന്നിധ്യത്തിൽ ഉണ്ടായിരുന്നല്ലോ. ആ സാന്നിധ്യം എങ്ങോട്ടാണ് പോയത്? അല്ലെങ്കിൽ അതിനൊരു തിരിച്ചുവരവ് സാധ്യമാണോ ഭാവിയിൽ? ഇത് സംബന്ധിച്ച് ആഴത്തിൽ നമുക്ക് പരിശോധിക്കേണ്ടതായ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. ഞാനിപ്പോൾ അത്തരത്തിലുള്ളൊരു സൂക്ഷ്മ വിശകലനത്തിലേക്ക് പോകുന്നില്ല. എങ്കിലും എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇപ്പോൾ പലരും തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് CPIM-ൻ്റെ ശക്തി ദൗർബല്യങ്ങളെ വിലയിരുത്തുന്നത്. തീർച്ചയായും ജനാധിപത്യ സംവിധാനത്തിൻ്റെ കീഴിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം വിലയിരുത്തുന്ന ഒരു ഘടകം തെരഞ്ഞെടുപ്പ് തന്നെയാണ്. എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള സമരത്തിൻ്റെ മുന്നിൽ CPIM ഉണ്ട്. അത് തമിഴ്നാട്ടിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും ഒക്കെ നമുക്കത് കാണാം. ഇപ്പോൾ വാച്ചാത്തി സമരം സമീപ സമയത്ത്
മാധ്യമങ്ങളിൽ വലിയ മാധ്യമ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു. ചരിത്രത്തിൽ അത് പ്രത്യേകമായി തന്നെ അടയാളപ്പെടുത്തപ്പെട്ടതാണ്. കർഷക സമരം, മഹാരാഷ്ട്രയിൽ കർഷകർ നടത്തിയ ലോങ് മാർച്ച്, ഒറീസയിലെ ആദിവാസികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രതിരോധങ്ങൾ, ഇതിൻ്റെ എല്ലാം മുന്നിലുള്ളത് CPIM ആണ്. അപ്പോൾ രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾ, കർഷകർ, തൊഴിലാളികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെടുന്നവർ, അവരെല്ലാം നേരിടുന്ന പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള സമരത്തിന് നേതൃത്വം കൊടുക്കാനും അതിൻ്റെ ഭാഗമായി ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരുന്നത്, ജീവൻ കൊടുക്കേണ്ടി വരുന്നത് പലപ്പോഴും CPIM-നാണ്. എന്നാൽ അങ്ങനെയുള്ള CPIM തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അതിനനുസരിച്ച് വിജയിച്ചു വരുന്നില്ല എന്നതാണ് ഒരു പ്രശ്നം. തിരഞ്ഞെടുപ്പിൽ പുറകോട്ട് പോകുന്നു എന്നതാണ് പലരും ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം. അത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പുകളുടെ പ്രത്യേകതയുമായി കൂടി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. ഇന്ത്യയിൽ ജനാധിപത്യമെന്ന് നമ്മൾ വിളിക്കുന്നത് തെരഞ്ഞെടുപ്പിനെയാണ്. സത്യത്തിൽ തെരഞ്ഞെടുപ്പല്ല ജനാധിപത്യം, അതിനേക്കാൾ കുറേ കൂടി വിപുലമായ അർത്ഥമുണ്ട്. ഞാൻ വിശദീകരണങ്ങളിലേക്ക് പോകാതെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സഹജമായ ചില ദൗർബല്യങ്ങളുണ്ട്. ആ ദൗർബല്യം പരിഹരിക്കേണ്ടത് അത്യാവശ്യവുമാണ്. എന്ന് വെച്ചാൽ ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമായ തിരഞ്ഞെടുപ്പുകളിൽ അതിൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിയും വിധമുള്ള ഒരു രാഷ്ട്രീയ സാക്ഷരത ജനങ്ങൾക്കുണ്ടാവുക എന്നത് പ്രധാനമാണ്. ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും തിരഞ്ഞെടുപ്പുകളിൽ ഇപ്പോഴും ജനങ്ങളുടെ വിധിയെഴുത്തിനെ സ്വാധീനിക്കുന്ന ഘടകം മദ്യവും പണവും ജാതിയുമാണ് എന്നത് വസ്തുതയാണ്. വൻതോതിൽ പണമൊഴുക്കിക്കൊണ്ടും ജാതി വികാരം ആളിക്കത്തിച്ചും തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ഇതിനെല്ലാം ശേഷിയുള്ളവർക്ക് കഴിയുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യവുമാണ്. അപ്പോൾ ഈ പ്രശ്നം കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം നമുക്ക് രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളെ വിലയിരുത്താൻ. ഇത് മാത്രമാണ് പ്രശ്നമെന്നല്ല, പക്ഷേ ഇത് പലരും കാണാതെ പോകുന്നു. അപ്പോൾ ഇതുകൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നതായി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ നിലനിൽക്കുന്നു എന്നതും ഒരു പ്രശ്നമാണ്. ഈ സംസ്ഥാന സമ്മേളന കാലത്ത് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിവാദമായിരുന്നല്ലോ നവഫാസിസം എന്ന് പറയുന്നത്. അപ്പോൾ RSSൻ്റെ പൊളിറ്റിക്കൽ പ്രൊജക്റ്റും നവഫാസിസവും ഒക്കെ സമീപ കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ നവഫാസിസവുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ അങ്ങനെ ഒരു വിവാദത്തിലേക്ക് പോകാനുള്ള കാരണം? എന്താണ് നവഫാസിസം എന്നതിൻ്റെ ഡെഫിനിഷൻ? സത്യത്തിൽ അങ്ങനെ ഒരു വിവാദം ഉണ്ടാകേണ്ട കാര്യമില്ല, കാരണം അതിൽ അവ്യക്തതയുമില്ല. ഇപ്പോൾ CPIM-ൻ്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിലെ ഒരു പദപ്രയോഗമാണ് ചർച്ചയ്ക്ക് വിധേയമായത്. അത് CPIM പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്യാനിരിക്കുന്ന രാഷ്ട്രീയ പ്രമേയമാണ്. അതിലാർക്കു വേണമെങ്കിലും ഭേദഗതികൾ നിർദ്ദേശിക്കാവുന്നതാണ്. ആദ്യം തന്നെ വിവാദമാക്കാൻ ശ്രമിച്ച ഒരു പത്രം ഇതൊരു രഹസ്യരേഖയാണ് എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ ആ ആഴ്ച പുറത്തിറങ്ങിയ ചിന്ത വാരിക പൂർണ്ണമായും ഈ രാഷ്ട്രീയ പ്രമേയമാണ് അതിൻ്റെ ഉള്ളടക്കം. ചിന്തയിൽ വേറെ ഒരു ഇനവും ആ ലക്കം ഉണ്ടായിരുന്നില്ല. ആദ്യാവസാനം ഈ രാഷ്ട്രീയ പ്രമേയം ചിന്തയിൽ അച്ചടിച്ചു. ഭേദഗതി നിർദ്ദേശിക്കാൻ ഏതെങ്കിലും ചിന്ത വായനക്കാരൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി ഒരു പേജ് ആ ഫോറമായി പ്രസിദ്ധീകരിച്ചു. അത് മുറിച്ചെടുത്തിട്ട് ഭേദഗതി എഴുതി അയക്കാവുന്നതാണ്. ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ പോലും ഇതിൽ വലിയ ഉത്കണ്ഠ പ്രകടിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് കാണുന്നത് സ്വന്തം പാർട്ടിയേക്കാൾ കൂടുതൽ അവർ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് CPM-ലാണ് എന്നതുകൊണ്ടാവാം ഒരുപക്ഷെ അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായത്. പ്രശ്നം ലളിതമാണ്. നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നവർ ഫാസിസ്റ്റുകളാണ്, ആ കാര്യത്തിൽ സംശയമില്ല. മുസോളിനിയിൽ നിന്നും ഹിറ്റ്ലറിൽ നിന്നുമെല്ലാം ആവേശം ഉൾക്കൊള്ളുന്നവരാണ്, അത് പരസ്യമായി നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരുമാണ്. പക്ഷേ അവർ ലക്ഷ്യമിട്ട ഫാസിസ്റ്റ് വാഴ്ച ഇന്ത്യയിൽ യാഥാർത്ഥ്യമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2024 തെരഞ്ഞെടുപ്പിൽ തനിച്ച് ഇന്ത്യ ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടിയിരുന്നെങ്കിൽ, അവർ പ്രതീക്ഷിച്ച വിജയം അവർ നേടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ അപകടത്തിലേക്ക് ഇന്ത്യ എത്തിയേനെ. എന്നാൽ അതുണ്ടായില്ല. അപ്പോൾ ഫാസിസം ഉള്ളിൽ പേറുന്ന ഫാസിസ്റ്റുകളായ സംഘപരിവാർ ഇന്ത്യയെ ഒരു ഫാസിസ്റ്റ് രാജ്യമാക്കാൻ ശ്രമിക്കുന്നു. ആ ശ്രമം തുടരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ ഇവിടെ ഫാസിസം യാഥാർത്ഥ്യമാണ് ആയി. ഇന്ത്യയിലെ ഇപ്പോൾ ഫാസിസം നടപ്പിൽ വന്നു
ഇന്ത്യ ഒരു ഫാസിസ്റ്റ് രാജ്യമായി എന്ന് പറയുന്നത് അതിശോക്തിപരമാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഫാസിസത്തിനെ നമ്മൾ വില കുറച്ച് കാണിക്കലാവും. കാരണം ഫാസിസം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മുൻപിലുള്ള ചില മാതൃകകളുണ്ട്. അത് ക്ലാസിക്കൽ ഫാസിസത്തിൻ്റെതാണ്. അതാണ് ജർമ്മനിയും ഇറ്റലിയും ഒക്കെ പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരമൊരവസ്ഥയിൽ രാജ്യം എത്തിയാൽ പിന്നെ ജനാധിപത്യ അവകാശങ്ങളൊന്നും ഉണ്ടാവില്ല, മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, യോഗം ചേരാനും പ്രതിഷേധിക്കാനും ആർക്കും കഴിയില്ല, രാഷ്ട്രീയ പാർട്ടികളൊക്കെ നിരോധിക്കപ്പെടും, തെരഞ്ഞെടുപ്പ് പിന്നെ ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ഫാസിസത്തിൻ്റെ ലക്ഷണങ്ങൾ. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ആയിട്ടില്ല. അങ്ങനെ ആക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതിനവർ ശ്രമിക്കുന്നു, നമ്മളതിനെ എതിർക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെയാണ് നവഫാസിസം എന്ന് അടയാളപ്പെടുത്തിയത്. ഫാസിസത്തിലേക്കുള്ള യാത്രയാണ് നവഫാസിസം എന്ന് പറഞ്ഞാൽ ഒരു നല്ല വാക്കല്ല, ഒരു ശക്തമായ വിമർശനമാണത്. അത് ചിലർക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഇറ്റലിയിൽ അധികാരത്തിൽ വന്ന ജോർജിയ മെലോണി, അവരുടെ ബ്രദേഴ്സ് ഓഫ് ഇറ്റലി, അവർ മുസോളിനിയുടെ എല്ലാ നിലപാടുകളെയും പിന്തുണയ്ക്കുന്ന ഫാസിസ്റ്റുകളാണ്. പക്ഷേ ലോകം അവരെ വിലയിരുത്തുന്നത് നവഫാസിസ്റ്റുകൾ എന്നാണ്, നവഫാസിസം എന്നാണ്. നവഫാസിസം, നവനാസിസം എന്നൊക്കെ ലോകം വിലയിരുത്തുന്നത് ഫാസിസത്തെയും നാസിസത്തെയും മുൻനിർത്തിക്കൊണ്ട് ഇന്ന് പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നവരെ അടയാളപ്പെടുത്താനാണ്. അത് ക്ലാസിക്കൽ ഫാസിസം ഒരുപക്ഷെ അതേ അർത്ഥത്തിൽ, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ മനുഷ്യരെ കൊന്നുതള്ളുന്ന ഒരു ഫാസിസം അതേ അർത്ഥത്തിൽ വന്നില്ലെങ്കിലും അപകടകരമായ ആ ആശയത്തിൻ്റെ കാലൊച്ചയാണ് കേൾക്കുന്നത് എന്നാണ് നവഫാസിസത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അതല്ലാതെ സംഘപരിവാരത്തെ വെള്ളപൂശാനോ കുറ്റവിമുക്തരാക്കുവാനോ അവരുടെ വെല്ലുവിളിയെ ഒരല്പം ഗൗരവം കുറച്ചു കാണാനോ അല്ല, മറിച്ച് ഫാസിസത്തിൻ്റെ കാലൊച്ച ഇതാ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് പറയുമ്പോൾ അതിശോക്തിപരമായി പോകരുത്. ഫാസിസം വന്നു എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഫാസിസം എന്ന ആളുകൾ കരുതും. അതല്ല. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് നവഫാസിസം എന്ന പ്രയോഗം. അതിന് ഒരു വിവാദ സാധ്യതയും ഉള്ളതല്ല. അത് എന്തുകൊണ്ടോ ചിലർ വിവാദമാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പുതിയ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഫാസിസത്തെ എങ്ങനെ നേരിടാമെന്നാണ് ഇടതുപക്ഷം കരുതുന്നത്? ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മാത്രമേ സാധിക്കൂ. മതനിരപേക്ഷ മുദ്രാവാക്യങ്ങൾ ഉയർത്തി അതിൻ്റെ പിന്നിൽ ജനങ്ങളെ അണിനിരത്തി ഫാസിസത്തിൻ്റെ പാതയിലേക്ക് നമ്മുടെ രാജ്യം പോയാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി അങ്ങനെ പരമാവധി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മാത്രമേ പ്രതിരോധിക്കാൻ സാധിക്കൂ. മറ്റൊരു കുറുക്ക് വഴിയും അതിൻ്റെ മുൻപിലില്ല. പൂർണ്ണമായി ഫാസിസത്തിലേക്ക് ഇന്ത്യ കടന്നു ചെന്നിട്ടില്ല എന്ന് പറയുമ്പോഴും മാധ്യമങ്ങൾ, കോടതികൾ ചെറിയ രൂപത്തിലെങ്കിലും അവർക്ക് വിധേയമായി തന്നെയല്ലേ പ്രവർത്തിക്കുന്നത്? അത്തരം വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത് അസ്ഥാനത്തുമല്ല. അതിനെക്കുറിച്ചൊന്നും വിയോജിപ്പോ തർക്കമോ ഇല്ലതാനും. എങ്ങനെയാണ് ഇപ്പോൾ കുംഭമേള എന്ന് പറയുന്ന വലിയൊരു സമ്മേളനത്തെ ഒരു വലിയൊരു ആഘോഷമായിട്ടാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ മൊത്തമായിട്ട് ഇത് ആഘോഷിക്കുന്നത്. ഇന്ത്യൻ മാധ്യമങ്ങൾ പൂർണ്ണമായും ഈ ഭരണകൂട താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു പശ്ചാത്തലം നിലവിലില്ലേ? ഉണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ രണ്ട് പ്രശ്നങ്ങൾ അതിലുണ്ട്. ഒന്ന്, മാധ്യമങ്ങൾ കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെടുന്നു എന്നൊരു പ്രശ്നമുണ്ട്. കോർപ്പറേറ്റുകൾ ഭരണകൂടവുമായി ചേർന്ന് നിന്നാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഭരണകൂട താല്പര്യങ്ങളെ പ്രതിഫലിപ്പിക്കാൻ കോർപ്പറേറ്റുകൾ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അടുത്ത നാളുകളിലുണ്ടായ ഏഷ്യാനെറ്റിൽ ഏതോ ഒരു പരിപാടിയിൽ കുംഭമേളയെക്കുറിച്ച് എന്തോ ചെറിയൊരു പരാമർശം പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്ക് ഏഷ്യാനെറ്റിൻ്റെ മുതലാളി അന്ത്യശാസനം കൊടുത്തുവെന്നാണ്. ഏഷ്യാനെറ്റിൻ്റെ മുതലാളി പുത്തൻകൂറ്റുകാരനായ BJP-കാരനാണ്. തൻ്റെ സാമ്പത്തിക സ്വാധീനത്തിൻ്റെ പിൻബലത്തിൽ BJP-യുടെ നേതൃത്വത്തിലേക്ക് എത്തിച്ചേർന്ന ഒരാളാണ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യം. അദ്ദേഹത്തിൻ്റെ അടിമവേലക്കാരായാണ് ഏഷ്യാനെറ്റിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഈ ഒരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ അവർക്ക് ജോലി ഉണ്ടാവില്ല. അതാണ്. ഇപ്പോൾ ജോൺ സ്വിൻഡൺ എന്ന വളരെ പ്രശസ്തനായ ഒരു മാധ്യമപ്രവർത്തകനുണ്ട്. 1860-കളിൽ ന്യൂയോർക്ക് ടൈംസിൻ്റെ ചീഫ് എഡിറ്റോറിയൽ റൈറ്ററായിരുന്ന ആളാണ് അദ്ദേഹം പിന്നീട് സ്വന്തമായി ഒരു പത്രം പുറത്തിറക്കുകയുണ്ടായി. ആ പത്രം പുറത്തിറക്കിക്കൊണ്ട് അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം വളരെ പ്രശസ്തമാണ്. അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നൊരു കാര്യം, സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന ഒന്നില്ല. അങ്ങനെ സത്യസന്ധമായി വാർത്തകൾ എഴുതണം എന്നാഗ്രഹിക്കുന്നവർക്ക് അടുത്ത ദിവസം പണി ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനെയൊക്കെ ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ പല അനുഭവങ്ങളും. അപ്പോൾ കുംഭമേളയെക്കുറിച്ച് അബദ്ധത്തിലൊന്ന് പറഞ്ഞു പോയപ്പോൾ അവിടെ വിലക്ക് വന്നു ഏഷ്യാനെറ്റിൽ. ഇനി അവർ വായ തുറക്കില്ല. വായ തുറക്കുന്നത് ഇടതുപക്ഷത്തെ ആക്രമിക്കാനായിരിക്കും. LDF ഗവൺമെൻറ്റിനെ,
അതിൻ്റെ നേതൃത്വത്തിലുള്ളവരെ, CPIMൻ്റെ ഭാഗമായിട്ടുള്ള നമ്മളെയൊക്കെ തന്നെ നിരന്തരം അവർ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. കാരണം അങ്ങനെ നിന്നാൽ മാത്രമേ അവർക്ക് ശമ്പളം കിട്ടൂ. അവരുടെ ജീവിതം മുൻപോട്ട് പോകണമെങ്കിൽ ഈ നിലയിൽ മാധ്യമ പ്രവർത്തനത്തെ തരം താഴ്ത്തിയേ പറ്റൂ എന്നതാണ് സ്ഥിതി. അതായത് അതൊരു കോർപ്പറേറ്റുകളുടെ വളർച്ചയെ കൂടി ബാധിക്കുന്ന കാര്യമാണെന്നാണോ? ഇത് ഈ കാലത്ത് വന്ന കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ അടിമവേല ആസ്വദിച്ചുകൊണ്ട് മാനേജ്മെൻറ്റ് ആഗ്രഹിക്കുന്നതിനേക്കാൾ മുന്തിയ അടിമയാണ് താനെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നവർ അവരുടെ കയ്യിൽ നിന്നുള്ള സംഭാവനകളും കൊടുക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളുടെ പൊതുസ്ഥിതി ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റിനെ ഞാൻ പറഞ്ഞത് നിങ്ങൾ കുംഭമേള പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ചൊരു പരാമർശം നടത്തിയ ചാനലിനുണ്ടായ അനുഭവം, അതിലെ പ്രവർത്തകർക്കുണ്ടായ അനുഭവം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു. ഒരു മതനിരപേക്ഷ രാജ്യത്തിന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധമാണ് അന്ന് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട സന്യാസിമാർ എല്ലാ ചടങ്ങുകളും കൈയടക്കി ഒരു ക്ഷേത്രത്തിലെ പൂജ നടക്കുന്ന പോലെയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം നടന്നത്. അത് വിമർശിക്കാൻ എത്ര മാധ്യമങ്ങളുണ്ടായി നമ്മുടെ നാട്ടിൽ. മലയാള മനോരമ അന്ന് എഴുതിയത് സമർപ്പണം എന്നാണ്. സമർപ്പണം എന്നാണ് തോന്നുന്നു അവരുടെ തലക്കെട്ട്. മാതൃഭൂമിയുടെ തലക്കെട്ട് പുതിയ ഇന്ത്യ എന്നോ മറ്റോ ആണ്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊന്നും എനിക്കല്ല. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് തലക്കെട്ടുകൾ അന്ന് വന്നത്. മതനിരപേക്ഷ രാജ്യത്തെ നാണിപ്പിക്കുന്നതാണ് ഇത് എന്ന് പറയാൻ എത്ര മാധ്യമങ്ങൾ കരുത്തു കാണിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ നിരാശപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന വാക്കിന് തന്നെ ഇപ്പോൾ പ്രസക്തിയൊന്നുമില്ല. അതില്ലാതെയായി കഴിഞ്ഞു. ഭരണകൂടത്തിൻ്റെ വിധേയരായി മാധ്യമങ്ങൾ മാറി. രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം ദിവസം കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളുടെ ശൈലി, പിറ്റേ ദിവസത്തെ അച്ചടി മാധ്യമങ്ങളുടെ ഈ വാർത്തയെ സമീപിച്ച രീതി ഒക്കെ നോക്കിയാൽ നമുക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമാകും. മാധ്യമങ്ങൾ വിധേയരായി കഴിഞ്ഞ, ഭരണകൂട താല്പര്യങ്ങൾക്ക് വിധേയരായി കഴിഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. കോർപ്പറേറ്റുകൾക്ക് നിർബാധം വളരാനുള്ളൊരു സാഹചര്യം ഇന്ത്യയിൽ രൂപപ്പെട്ട് വന്നിട്ട് കുറേ കാലമായി നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ മുന്നിലുണ്ട്. ഈ അടുത്ത കാലത്ത് വന്ന ഒരുപാട് റിപ്പോർട്ടുകൾ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നു എന്ന് അടയാളപ്പെടുത്തുന്ന ഒരുപാട് റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിൽ വന്നു. ഈ ഒരു സാഹചര്യത്തെ, ഈ ഒരു പ്രത്യേക സാഹചര്യത്തെ, ഈ സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാകുന്ന ഈ പ്രത്യേക സാഹചര്യത്തെ എങ്ങനെയാണ് നമുക്ക് മറികടക്കാനാവുക എന്ന് പറയും? അത് നേരത്തെ സൂചിപ്പിച്ച പോലെയാണ്. ഇതിപ്പോൾ കോർപ്പറേറ്റ് വൽക്കരണം പുതിയതല്ല. അതിന് നമ്മൾ BJP ഗവൺമെൻറ്റിനെ ഇപ്പോൾ വിമർശിക്കുമ്പോൾ ഇന്നലകളിൽ നമ്മൾ വിമർശിച്ചിരുന്നത് കോൺഗ്രസ് ഗവൺമെൻറ്റിനെയാണ്. കാരണം രണ്ടു കൂട്ടരും പിന്തുടർന്നത് ഒരേ നയമാണ്. കോൺഗ്രസിൻ്റെയും BJPയുടെയും കോർപ്പറേറ്റ് പ്രീണനം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതൊരു പക്ഷേ കോൺഗ്രസിനെയും BJP പിന്നിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം. കോൺഗ്രസിനേക്കാൾ വലിയ കോർപ്പറേറ്റ് പ്രീണനത്തിൻ്റെ ആളുകളായി BJP മാറി എന്നതാണ് വസ്തുത. ഇത് എല്ലാ വലതുപക്ഷ ഗവൺമെൻറ്റുകളുടെയും പ്രവർത്തന ശൈലി ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനെതിരെ ജനങ്ങളെ അണിനിരത്തുക എന്നത് മാത്രമാണ് നമ്മുടെ മുൻപിലുള്ള വഴി. ഈ നയങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയുന്നത്ര ജനങ്ങളെ അണിനിരത്തുക അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ജനങ്ങൾ ഗണ്യമായൊരു വിഭാഗം ഇപ്പോഴും, നമ്മുടെ രാജ്യത്തെ ജനങ്ങളിൽ ഗണ്യമായൊരു വിഭാഗം ഇപ്പോഴും അരക്ഷിതാവസ്ഥയിലും പട്ടിണിയിലും അന്ധവിശ്വാസത്തിലും മറ്റ് അത്തരത്തിൽ അവരെ ബന്ധിച്ചിരിക്കുന്ന ചെങ്ങലകളിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവരെ ഈ അപകടം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അണിനിരത്തുക എന്നത് ശ്രമകരമായൊരു കാര്യമാണ്. പക്ഷെ അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഗാസ എന്ന് ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ട്. അതായത് വെടിനിർത്തൽ കരാറുകളെ എല്ലാം ലംഘിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ സാധ്യതകളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് വീണ്ടും ഇസ്രയേൽ ഫലസ്തീൻ മേൽ ബോംബ് വർഷിച്ചിട്ടുണ്ട്. സഖാവ് നേരത്തെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട്. എന്ത് കാരണം കൊണ്ടായാലും നമ്മൾ ഫലസ്തീനൊപ്പം തന്നെ നിൽക്കണം എന്ന് പറയുന്ന ഒരു കുറിപ്പ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനൊരു കുറിപ്പിലേക്ക് സഖാവ് അങ്ങനെ ആ സമയത്ത് ആ രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തണമെന്ന് സഖാവിനെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? അത് ഞാൻ മാത്രം കണ്ടുപിടിച്ചൊരു നിലപാടൊന്നുമല്ല. ഞാൻ വിചാരിക്കുന്നത് മനുഷ്യത്വമുള്ളവർക്കെല്ലാം അങ്ങനെ ചിന്തിക്കാൻ സാധിക്കൂ എന്നതാണ്. അതിൽ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ പലസ്തീനിലെ മനുഷ്യക്കുരുതിയെ സംബന്ധിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്ന പ്രതിഷേധങ്ങൾ, അതിൽ ഇസ്രായേലിൽ നെതന്യാഹുവിൻ്റെ വീടിൻ്റെ മുൻപിൽ വരെ വലിയ പ്രതിഷേധ പ്രകടനം നടന്നു ഇസ്രായേലിൽ. അതിൻ്റെ മുൻപിൽ നിന്ന് ജൂതന്മാരാണ്. ഇപ്പോൾ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ജൂവിഷ് വോയിസ് ഫോർ പീസ് എന്ന സംഘടനയാണ്. എന്നുവെച്ചാൽ ജൂതവംശജരാണ്. അവർ പറയുന്നത് ഞങ്ങളുടെ പേരിൽ ഈ മനുഷ്യക്കുരുതി പാടില്ല. ഇപ്പോൾ നമ്മളൊക്കെ
പലയിടത്തും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് ഇസ്രായേൽ ജൂതരാഷ്ട്രം, അപ്പോൾ ജൂതന്മാരുടെ ക്രൂരത അല്ല, ഇത് സാമ്രാജ്യത്വ ക്രൂരതയാണ്. ആ സാമ്രാജ്യത്വ ക്രൂരതയ്ക്കെതിരെ ജൂതവംശജർ സമരം ചെയ്യുകയാണ്. നെതന്യാഹുവിൻ്റെ വീടിൻ്റെ മുമ്പിൽ, ലോകത്തിൽ അവരുള്ള സ്ഥലങ്ങളിലെല്ലാം അവർ സമരം ചെയ്യുകയാണ്. മനുഷ്യക്കുരുതിക്കെതിരാണ്. അതിൽ ജാതിയോ മതമോ വംശമോ ദേശമോ ഒന്നും പ്രസക്തമല്ല. മനുഷ്യക്കുരുതികളെ എതിർക്കുക എന്നതാണ്. ഒക്ടോബർ 7-ന് പലസ്തീനിൽ നിന്ന് ആക്രമണം ഉണ്ടായി എന്നതാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യം. ഒക്ടോബർ 7 വരെയും ആക്രമിക്കപ്പെടുകയാണ് അവർ. ആക്രമിക്കപ്പെടുന്നവർക്ക് തിരിച്ചടിക്കാൻ അവകാശമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ചിലർ ഹമാസുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. അതൊക്കെ ഹമാസിൻ്റെ രാഷ്ട്രീയ ജാതകം പരിശോധിക്കേണ്ട സമയമല്ല ഇത് എന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്. ഹമാസ് ഭീകരവാദികളാണോ എന്ന ചോദ്യത്തിന് ഞാൻ മറുപടി പറയാൻ നിന്നിട്ടില്ല. കാരണം ആ പരിശോധനയ്ക്ക് പറ്റിയ സമയമല്ല ഇത്. ഇവിടെ മനുഷ്യർ മരിച്ചു വീഴുകയാണ്. സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ. പലസ്തീനിൽ അവിടുത്തെ ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ കഴിയുന്ന ഭരണ സംവിധാനങ്ങൾ ഉണ്ടാവട്ടെ. അതിനുശേഷം നമുക്ക് ലോകത്തിലെ ഓരോ സംഘടനയെയും സംബന്ധിച്ച് അതിൻ്റെ സ്വഭാവ പരിശോധന നടത്താം. മനുഷ്യൻ കൊല്ലപ്പെടുകയും കൊച്ചു കുട്ടികളുടെ നിലവിളികൾ ഉയരുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ അപ്രസക്തം എന്ന നിലപാടാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ഭീകരതയുടെ പേരിൽ ആരെയെങ്കിലും കുറ്റപ്പെടുത്താമെങ്കിൽ ഇപ്പോൾ ഒന്നാമതായി കുറ്റപ്പെടുത്തേണ്ടത് അമേരിക്കയെയും പിന്നെ ഇസ്രായേലിനെയുമാണ്. അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് ലോകത്തിൽ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പലസ്തീനിലും അതുപോലെ തന്നെ ഉക്രൈനിലുമാണ്. റഷ്യയും ഉക്രൈനും തമ്മിൽ, പലസ്തീനും ഇസ്രായേലും തമ്മിൽ എന്നൊക്കെ നമ്മൾ പറയുന്ന ശരിയായ അർത്ഥത്തിലുള്ള യുദ്ധം നടക്കുന്ന രണ്ടിടങ്ങളായി പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ രണ്ട് സ്ഥലമാണ്. ഇത് രണ്ടിൻ്റെയും പിന്നിൽ അമേരിക്കയാണ്. അമേരിക്കൻ താല്പര്യങ്ങളാണ്. ലോകത്തിൽ യുദ്ധം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അതിൻ്റെ ഒരു കാരണം അമേരിക്കൻ ദേശീയ വരുമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ആയുധ വ്യാപാരത്തിൽ നിന്നാണ് വരുന്നത്. ലോകത്തിൽ മറ്റ് അധികം രാജ്യങ്ങൾ അങ്ങനെയില്ല. അപ്പം ലോകമെമ്പാടും സമാധാനത്തിൻ്റെ 100 പൂക്കൾ വിടർന്നാൽ പട്ടിണിയിലാവുന്ന ആദ്യത്തെ രാജ്യം അമേരിക്കയായിരിക്കും. കാരണം അമേരിക്കൻ ആയുധങ്ങൾ, പോർവിമാനങ്ങൾ ഒക്കെ മറ്റ് രാജ്യങ്ങൾ വാങ്ങിയാൽ മാത്രമാണ് അമേരിക്കയുടെ സമ്പദ്ഘടന ശക്തമായിട്ട് നിൽക്കുക. എല്ലായിടത്തും സമാധാനം വന്നാൽ പിന്നെ ആർക്കും ആയുധത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ വന്നാൽ ആയുധം കൊണ്ട് മാത്രം ജീവിക്കുന്നവർ പട്ടിണിയിലായി പോകും. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇപ്പോഴും വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇന്നത്തെ പത്രത്തിലുള്ളത് 400-ൽ പരം വരുന്ന പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണുള്ളത്. ഇത് ഹൃദയമുള്ളവരെ മുഴുവൻ ചിന്തിപ്പിക്കുന്നതാണ്. അവിടെ ന്യായം പറയാൻ വരുന്നവർ, അവിടെ മറ്റ് വിദണ്ഡവാദങ്ങൾ ഉയർത്താൻ വരുന്നവർ, അവർ മനുഷ്യത്വത്തിൻ്റെ ശത്രുക്കളാണ് എന്നല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റില്ല. ആ രാഷ്ട്രീയ നിലപാടിന് ഒരു സവിശേഷമായ ഒരു പ്രാധാന്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്, നേരത്തെ രാജ്യാതിർത്തികൾക്കപ്പുറത്ത് നടക്കുന്ന ഇപ്പോൾ വിയറ്റ്നാമിനോടുള്ള ഐക്യദാർഢ്യമായാലും അല്ലെങ്കിൽ ക്യൂബയോടുള്ള ഐക്യദാർഢ്യമായാലും കേരളം സവിശേഷമായൊരു പിന്തുണ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അടുത്ത കാലത്തായിട്ട് അതിലൊരു ഡിവൈഡ് വന്നിട്ടതായിട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ പോസ്റ്റ് ആയാലും അല്ലെങ്കിൽ പലതരത്തിലുള്ള സംവാദങ്ങളായാലും ഇതിലൊരു ഡിവൈഡ് വന്നതായിട്ട് നമുക്ക് ലഭ്യമാവുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു സവിശേഷമായൊരു സാഹചര്യം കേരളത്തിൽ രൂപപ്പെടാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു എന്ന് പറയുന്നത്? അത് ഇവിടുത്തെ വർഗീയതയുടെ സ്വാധീനം തന്നെയാണ്. കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ മതം നോക്കി പ്രതികരിക്കുക എന്ന് പറയുന്നതിനേക്കാൾ നീചമായ ഒന്ന് വേറെയില്ല. അത്തരം മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ ഇടയിൽ അപൂർവം ചിലരെങ്കിലും മാറുന്നുണ്ടെങ്കിൽ വർഗീയത എത്രമാത്രം ഹീനമായ ഒന്നാണ് എന്ന് തിരിച്ചറിയുക മാത്രമേ മാർഗമുള്ളൂ. മനുഷ്യനെ മനുഷ്യനല്ലാതെയാക്കി മാറ്റുന്നു വർഗീയത എന്നാണ് അതിൻ്റെ തെളിവ്. ലോകത്തിലേടെങ്കിലും ഒരിടത്തൊരു മനുഷ്യൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേൾക്കുമ്പോൾ അയാളുടെ മതമേത് എന്ന് നമ്മളാരെങ്കിലും അന്വേഷിക്കൂ? കൊല്ലപ്പെട്ട മനുഷ്യനെ ഓർത്ത് ദുഃഖിക്കുകയല്ലേ ചെയ്യൂ? നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഒരു വാക്കുപോലും ഉരിയാടിയിട്ടില്ലാത്ത ഒരാൾ വേദനിക്കുന്നു, അയാൾ കൊല്ലപ്പെട്ടു എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സും വേദനിക്കുന്നത് നമ്മൾ മനുഷ്യരായതുകൊണ്ടാണ്. അപ്പോൾ ഉടനെ ആ ആളുടെ മതം എന്താണ് എന്ന് അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ച് സ്വന്തം മതമാണെങ്കിൽ അതിൽ ദുഃഖിക്കുകയും അതല്ലെങ്കിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നവർ മനുഷ്യരല്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അങ്ങനെ മനുഷ്യരല്ലാത്ത എന്നാൽ മനുഷ്യരുടെ രൂപമുള്ള ചിലരും ഇവിടെ ഉണ്ട്. അത് വർഗീയതയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചവരാണ്. അവർ മനുഷ്യരല്ല. അവർ ഒരുപക്ഷെ എന്നെങ്കിലും മനുഷ്യരാകുമായിരിക്കും. അവരെയും മനുഷ്യരാക്കാനുള്ള ഒരു യത്നം കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. അത് ഈ കാലത്തെ ഒരു പ്രാധാന്യമേറിയ രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്. വർഗീയവാദികളെ വർഗീയതയുടെ പിടിയിൽ നിന്ന് വിമോചിപ്പിച്ച് മനുഷ്യരാക്കി മാറ്റുക എന്നത് ശ്രമകരമായ എന്നാൽ ഏറ്റെടുക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ പറയുന്ന ഈ വർഗീയ ശക്തികൾക്ക് നേരത്തെ ഇല്ലാത്ത തരത്തിലുള്ളൊരു പിന്തുണ ഇപ്പോൾ അടുത്ത കാലത്തായിട്ടുള്ളതായി തോന്നിയിട്ടുണ്ടോ?
അതായത് ഈ കടക്കൽ ക്ഷേത്രത്തിൽ ഒരു വിപ്ലവഗാനവുമായി ബന്ധപ്പെട്ടൊരു വിവാദം അടുത്ത കാലത്ത് വരുന്നല്ലോ. അതിനെതിരെ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വരുന്നു, മാധ്യമങ്ങൾ വരുന്നു, ഏറ്റവും ഒടുവിൽ പിന്നെ ഹൈക്കോടതി വരുത്തി വരുന്നു. നേരത്തെ നമ്മുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, പാട്ടബാക്കി പോലുള്ള നാടകങ്ങൾ ഈ ഉത്സവങ്ങളിൽ കളിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴെന്തുകൊണ്ടാണ് ഇങ്ങനെ വിപ്ലവ ഗാനത്തിനൊരു ബ്രിസ്റ്റ്, അല്ലെങ്കിൽ പിന്നെ എന്നാൽ RSSൻ്റെ കൊടികളും അവരുടെ പരിപാടികളൊക്കെ നിർബാധം തുടരുന്നുണ്ട്. ഈ വൈരുദ്ധ്യം എങ്ങനെയാണു കേരളത്തിൽ? അല്ല, ഇതിൽ ഹൈക്കോടതി ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനം അത്ഭുതകരമാണ്. ഒരുപക്ഷെ ഈ കേസ് പരിശോധിച്ച് അതിൽ കോടതിയുടെ മുൻപാകെ വന്ന കേസ് പരിശോധിച്ച് അതിലൊരു തീർപ്പ് കൽപ്പിക്കുന്നതിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. എത്തുന്ന സമയത്ത് ശരിയായ നിലപാട് കോടതി കൈക്കൊള്ളുമോ എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ കൈക്കൊണ്ടേക്കാം. വന്ന നിലപാട് ചരിത്രബോധമില്ലായ്മയുടെ പ്രതിഫലനമാണ്. ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിയാവണമെങ്കിൽ ചരിത്രബോധം ഉണ്ടാവണം എന്ന് വ്യവസ്ഥയുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രവുമല്ല, ഹൈക്കോടതിയിൽ ഒരാളെ ന്യായാധിപനായി എടുക്കുന്നതിൻ്റെ പ്രക്രിയ അത് തന്നെ പലപ്പോഴും ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്, വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട്. ഏതെങ്കിലും പ്രത്യേകമായ ഒരു പരീക്ഷ വിജയിച്ച് അതിൽ നേടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആ യോഗ്യത മാനദണ്ഡമാക്കി അത്തരത്തിലൊന്നും അല്ലല്ലോ വരുന്നത്. ന്യായാധിപന്മാരായിരുന്നവർ തന്നെ കൂടിയിരുന്നിട്ട് മറ്റൊരാളെ ന്യായാധിപനായി തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. പോട്ടെ, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ ചില ന്യായാധിപന്മാരെങ്കിലും ഒരു ന്യായാധിപനിൽ നിന്നും നമ്മുടെ സമൂഹം ഇന്ന് പ്രതീക്ഷിക്കുകയും അർഹിക്കുകയും ചെയ്യുന്ന നിലയിലാണോ പരാമർശങ്ങൾ നടത്തുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഞാൻ പറയാൻ കാരണം നിങ്ങളിപ്പോൾ സൂചിപ്പിച്ച പ്രശ്നം തന്നെയാണ്. അത്തരമൊരു പരാമർശം നടത്തിയ ന്യായാധിപൻ ആരാണ് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ആരാണെന്ന് അറിഞ്ഞാലും അതൊരു വ്യക്തിയുടെ പ്രശ്നമായി ഞാൻ കാണുന്നുമില്ല. മറിച്ച് ചരിത്രബോധമില്ലായ്മ ഒരു പ്രശ്നമാണ്. കേരളത്തിൻ്റെ ചരിത്രം എന്താണ്? കേരളീയ സാമൂഹ്യ വികാസത്തിൻ്റെ ചരിത്രം എങ്ങനെയാണ്? കേരളത്തിൻ്റെ ഉത്സവപ്പറമ്പുകളാണ് ഒരർത്ഥത്തിൽ കേരളത്തിൻ്റെ സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ രാസത്വരകമായി മാറിയത്. എണ്ണിയാലൊടുങ്ങാത്ത കഥാപ്രസംഗങ്ങൾ കേരളത്തിൻ്റെ ഉത്സവപ്പറമ്പുകളിലല്ലേ അരങ്ങേറിയത്. എൻ്റെ ബാല്യകാലത്ത് ഞാൻ കേട്ടിട്ടുള്ള കഥാപ്രസംഗങ്ങൾ, ആ കഥാപ്രസംഗങ്ങളുടെയൊക്കെ പ്രതിപാദ്യം പുരാണവും ഇതിഹാസവുമായിരുന്നു. അതുണ്ടാവും, അതുമാത്രമായിരുന്നില്ല. വിശ്വസാഹിത്യം കേരളത്തിലെ ജനങ്ങളെ, മലയാളിയെ പഠിപ്പിച്ചത് വിശ്വസാഹിത്യ കൃതികളുടെ പരിഭാഷ ഇവിടെ വരുന്നതിന് മുൻപ് കഥാപ്രസംഗങ്ങളിലൂടെയാണ്. കാഥികന്മാരാണ് പഠിപ്പിച്ചത്. സാമൂഹ്യ മുന്നേറ്റങ്ങളുടെ ചരിത്രം, സാമൂഹ്യ സംഗീത നാടകങ്ങൾ, ആരാധനാലയങ്ങളുടെ ഉത്സവങ്ങളോടും പെരുന്നാളിനോടുമൊക്കെ അനുബന്ധിച്ച് ക്രിസ്ത്യൻ പള്ളികളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ സാമൂഹ്യ സംഗീത നാടകങ്ങൾ ഉണ്ടാകുമായിരുന്നു. അത് മനുഷ്യരുടെ കഥയാണ് പറഞ്ഞിരുന്നത്. ജനമുന്നേറ്റങ്ങളുടെ, മനുഷ്യരുടെ ചരിത്രത്തിലെ കഥകളാണ് പറഞ്ഞിരുന്നത്. കഥാപ്രസംഗം, ഗാനമേള, മറ്റ് ഹാസ്യ സ്വഭാവമുള്ള മിമിക്സ് പരേഡ് പോലെയുള്ള പരിപാടികൾ, നാടകങ്ങൾ, ഇതെല്ലാം കൂടിച്ചേരുന്നതാണ് ഉത്സവപ്പറമ്പുകൾ. അവിടെ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് കോടതിക്ക് പറയാൻ എന്തവകാശം? കോടതിക്കൊരു അവകാശമില്ല അത് പറയാൻ. തങ്ങളുടെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഗാനമേള വേണോ, നാടകം വേണോ, ഭക്തിപ്രഭാഷണം വേണോ, എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ആ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളാണ്. അവിടുത്തെ അവരുടെ കമ്മിറ്റിയാണ്. അതിൽ രാഷ്ട്രീയ പാർട്ടികൾക്കോ കോടതിക്കോ ഒരു അധികാരവുമില്ല. ഒരു ക്ഷേത്രത്തിലെ ഭരണസമിതി, ആ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി, ആ ക്ഷേത്രത്തിലെ വിശ്വാസികളായ ഭക്തജനങ്ങൾ അവർ തീരുമാനിക്കുകയാണ്, ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഈ തവണ ഉത്സവത്തിന് ഒരു കഥാപ്രസംഗം വേണം എന്ന് തീരുമാനിച്ചാൽ വേണ്ട, നാടകം മതി എന്ന് പറയാൻ കോടതിക്ക് അവകാശമുണ്ടോ? ആ കഥാപ്രസംഗത്തിൻ്റെ കഥ ഇന്നതാവണം എന്ന് പറയാൻ കോടതിക്ക് അവകാശമുണ്ടോ? ഒരവകാശവുമില്ല. അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം എന്താണെന്നും സാമൂഹ്യ വികാസം എങ്ങനെ യാഥാർത്ഥ്യമായി എന്നും കേരളത്തിൽ എങ്ങനെ സാംസ്കാരിക മുന്നേറ്റമുണ്ടായി എന്നുമൊക്കെ ന്യായാധിപന്മാരും പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഞാനിപ്പം ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് മാത്രമല്ല സൂചിപ്പിക്കുന്നത്. പൊതുവിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ പരിഹാസ്യമാകാതിരിക്കാൻ കോടതികൾ ശ്രദ്ധിക്കുന്നത് കോടതിയെ ആദരവോടെ കാണാൻ ജനങ്ങളെ സഹായിക്കും. ഇപ്പോൾ കൊല്ലത്ത് CPIM സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ ഒരു ന്യായാധിപൻ പറഞ്ഞു, കൊല്ലത്ത് ആകെ പ്രചരണമാണ്, അവിടെ കണ്ണടച്ച് പോകാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. അതിശയകരമായിരിക്കുന്നു.
ആ ന്യായാധിപൻ ഇന്നുവരെ CPIM-നെതിരായി അല്ലാതെ ഇത്തരം പരാമർശം നടത്തിയിട്ടില്ല. ഇപ്പോൾ കൊടിതോരണങ്ങളും ബോർഡും പ്രചരണ സാമഗ്രികളും സ്ഥാപിക്കുന്നത് ഏതെങ്കിലും ഒരു പാർട്ടി മാത്രമാണോ? അല്ല. ഇപ്പം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ജാഥ കടന്നുപോയി. നമ്മുടെ ഈ കൊച്ചിയിൽ മുഴുവൻ പ്രചരണം നടത്തിയില്ലേ? നമ്മളതിനെ എതിർത്തിട്ടില്ല, എതിർക്കേണ്ട കാര്യവുമില്ല. അത് അവരുടെ ഒരു പരിപാടിയുടെ ഭാഗമായുള്ള പ്രചരണമാണ്. പക്ഷേ ഈ ന്യായാധിപന് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അദ്ദേഹം അത് ആസ്വദിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇത്തരത്തിലൊരു പ്രതികരണവും വന്നില്ല. കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ ഏതെല്ലാം പരിപാടികൾക്ക് ഇത്തരത്തിലുള്ള വ്യാപകമായ പ്രചരണങ്ങൾ നടത്തുന്നു? അന്നൊന്നും ഇത്തരം പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിട്ടില്ല. എന്നാൽ CPIM സംസ്ഥാന സമ്മേളനം വരുമ്പോൾ അദ്ദേഹം അസ്വസ്ഥനാകുന്നു. ആ അസ്വസ്ഥത പ്രത്യേകമായ ലക്ഷ്യത്തോടു കൂടിയാണ് എന്നാരെങ്കിലും സംശയിച്ചാൽ സംശയിക്കുന്നവരെ നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല. കോടതിയോടും ന്യായാധിപന്മാരോടും ജനങ്ങൾക്കുള്ള ബഹുമാനത്തിൻ്റെ അടിസ്ഥാനം അവരുടെ പ്രതികരണങ്ങളുടെയും അഭിപ്രായ പ്രകടനങ്ങളുടെയും വിധികളുടെയും അടിസ്ഥാനത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത പാലിക്കാനും നീതിപൂർവം പെരുമാറാനും എല്ലാവർക്കും സാധിക്കേണ്ടതാണ്. ചില ഘോഷയാത്രകൾ, ആരാധനാലയങ്ങളിലെ ഘോഷയാത്രകൾ ഗതാഗതം തടസ്സപ്പെടുത്തുന്നില്ലേ? കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായ ഒരു പ്രത്യേക ആചാരം തിരുവനന്തപുരത്തിൻ്റെ സാധാരണ നിലയിലുള്ള ഗതാഗതത്തെയും സാമൂഹ്യ ജീവിതത്തെയും ബാധിച്ചില്ലേ? പക്ഷെ അതിനൊന്നും ആരും പ്രത്യേകിച്ച് വിമർശിക്കാത്തത് എന്തുകൊണ്ടാണ്? അതൊക്കെ നമ്മുടെ സമൂഹത്തിലെ ഗണ്യമായൊരു വിഭാഗം ജനങ്ങൾ പങ്കാളികളാകുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകളും വന്നേക്കും എന്ന് സമൂഹം മനസ്സിലാക്കുകയാണ്. അതാണ് സഹിഷ്ണുത, അതാണ് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ഉൾക്കൊള്ളാനുള്ള ജനങ്ങളുടെ പക്വത എന്ന് പറയുന്നത്. ഇപ്പം അമ്പലത്തിലായാലും പള്ളിയിലായാലും സംഘടനകളെ സംബന്ധിച്ചായാലും പാർട്ടികളെ സംബന്ധിച്ചായാലും ഒക്കെ അവരവർക്ക് പ്രാധാന്യമേറിയ പരിപാടികൾ, ചടങ്ങുകൾ, ആചാരങ്ങൾ, സമ്മേളനങ്ങൾ ഒക്കെ വരുന്ന സമയത്ത് പതിനായിരങ്ങൾ ഒഴുകിയെത്തുമ്പോൾ സ്വാഭാവികമായും ചില പ്രയാസങ്ങൾ വരും. അത് നിരോധിക്കാൻ കഴിയും എന്ന് ഏതെങ്കിലും ആളുകൾ കരുതുന്നുണ്ടെങ്കിൽ അവർ യാഥാർത്ഥ്യ ബോധമില്ലാത്തവരാണ്. അവർക്കെന്താണ് നമ്മുടെ സമൂഹം, എങ്ങനെയാണ് നമ്മുടെ സമൂഹം നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാത്തവരാണ്. എന്നാൽ പരമാവധി ആർക്കും ബുദ്ധിമുട്ടില്ലാതെയും ഗതാഗതം തടസ്സപ്പെടാതെയും ആരെയും ബാധിക്കാത്ത വിധത്തിലും ഇത്തരം പരിപാടികളെല്ലാം നടത്താൻ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിക്കണം. അതിന് എല്ലാവരും മുന്നിട്ടിറങ്ങുകയും വേണം. മറിച്ച് ഇതിൻ്റെ എല്ലാം പേരിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം, ഒരു പാർട്ടിയെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തി ആക്രമിക്കാനും മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാനുള്ള അവസരം കൊടുക്കാനും ആരു തയ്യാറായാലും, ന്യായാധിപന്മാരായിരുന്നാലും, അത് ജനങ്ങൾ ബഹുമാനത്തോടു കൂടി കാണില്ല, അത്തരം നടപടികളെ കാണില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ആശാവർക്കർമാരുടെ ഏറ്റവും ഒടുവിൽ നടന്ന ചർച്ച കൂടി ഇവിടെ പരാജയപ്പെട്ടിരുന്നത്. അപ്പോൾ നാളെ അവർ അനിശ്ചിതകാല സമരം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാരിന് ഈ ആശാവർക്കർമാരുടെ ഈ സമരത്തെ അനുഭാവപൂർവ്വം കാണാനും അതിനൊരു തീരുമാനം ഉണ്ടാക്കാനും ഇതുവരെയും സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ആശാവർക്കർമാരുടെ പേരിൽ നടക്കുന്ന സമരം, ആ സമരം അത്ര എളുപ്പത്തിൽ അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആശാവർക്കർമാർ, അംഗനവാടി വർക്കർമാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ എന്നിങ്ങനെ നമ്മുടെ സമൂഹത്തിൽ താരതമ്യേന ചെറിയ ഓണറേറിയം വാങ്ങി കഴിയുന്ന നിരവധി വിഭാഗങ്ങളുണ്ട്. അവരോടെല്ലാം ഇടതുപക്ഷ ഗവൺമെൻറ്റിന് അനുഭാവമാണുള്ളത്. ഇപ്പോൾ ആശാ വർക്കർമാർ നിലവിൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം അതിൻ്റെ ഇരട്ടി കൊടുത്താലും അത് അധികമല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അവരെല്ലാം നമ്മുടെ സഹോദരിമാരാണ്, അവർ കൂടുതൽ അർഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിനും സംശയമില്ല. പക്ഷേ അഭിപ്രായ വ്യത്യാസമുള്ളത് ആ പ്രശ്നത്തെ മുൻനിർത്തി അവർ പ്രതിഷേധിക്കുന്നതും സമരം ചെയ്യുന്നതും കേരളത്തിലെ ഗവൺമെൻറ്റിനോടാണ്. ഇതാണ് പ്രശ്നം. കേരളത്തിലെ ഗവൺമെൻറ് പ്രശ്നം പരിഹരിക്കണം എന്നാണ് അവർ പറയുന്നത്. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമല്ല ആശാ വർക്കർ. ആശ എന്ന സ്കീം കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെതല്ല, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതാണ്. അവർ ആശമാരെ കാണുന്നത് സന്നദ്ധ സേവകരായിട്ടാണ്, വോളണ്ടിയർമാരായിട്ടാണ്, തൊഴിലാളികളായിട്ടല്ല, ജീവനക്കാരായിട്ടല്ല. അവിടെ മുതൽ ആരംഭിക്കുന്നു അടിസ്ഥാന പ്രശ്നം. അവരെയും തൊഴിലാളികളായി പരിഗണിക്കണം, അവരെയും ജീവനക്കാരായി അംഗീകരിക്കണം, അവർക്ക് ന്യായമായ സേവന വേതന വ്യവസ്ഥകൾ ഉണ്ടാവണം എന്നൊക്കെ ആശാ വർക്കർമാരുടെ സമരത്തിലൊരു മുദ്രാവാക്യം ഉയർന്നാൽ അതിനോടൊക്കെ പിന്തുണയാണ്, അതിനോടൊക്കെ യോജിപ്പാണ്. എന്നാൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ താരതമ്യേന മെച്ചപ്പെട്ട
വിഹിതം കൊടുക്കുന്ന കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരെയാണ് ഈ സമരം. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഒരു ആക്ഷേപവും അവർക്കില്ല. കേന്ദ്രമന്ത്രി സമരപ്പന്തൽ വരികയാണ്. സത്യത്തിൽ ആ കേന്ദ്രമന്ത്രിയെ തടഞ്ഞു വെച്ചുകൊണ്ട് പ്രതിഷേധിക്കേണ്ടതാണ്. ഞങ്ങളെ വളണ്ടിയർമാരായിട്ടല്ല, ഞങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കണം, ഞങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനവേതന വ്യവസ്ഥ വേണം, അതിന് നിയമം കൊണ്ടുവരണം എന്നാണ് പറയേണ്ടത്. അതിന് കഴിയുന്നില്ല എന്നതാണ് ആശമാരുടെ പേരിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ സമരത്തിൻ്റെ ദൗർബല്യം. അവർ കേന്ദ്രമന്ത്രിയെ ആവണിപ്പന്തൽ പാട്ടുപാടി സ്വീകരിക്കുകയാണ്, ചുവട് വയ്ക്കുകയാണ്, വലിയ ഗംഭീര സ്വീകരണം കൊടുക്കുകയാണ് ചെയ്യുന്നത്. കേന്ദ്രമന്ത്രിയുമായി ചേർന്ന് നിന്ന് കേരളത്തിനെതിരെ സമരം ചെയ്യുകയാണ്. അത് രാഷ്ട്രീയ പ്രേരിതമാണ്. ആശാവർക്കർമാർ നടത്തുന്ന സമരത്തോടല്ല വിയോജിപ്പ്, സമരത്തിന് തിരഞ്ഞെടുത്ത സ്ഥലത്തോടാണ് വിയോജിപ്പ്. ഇത് പാർലമെൻറ്റിൻ്റെ മുൻപിൽ നടത്തേണ്ട സമരമാണ്, നടത്തുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലാണ്. അവിടെയാണ് പ്രശ്നം. പ്രധാനമന്ത്രി മറുപടി പറയേണ്ടതാണ്, പക്ഷേ ഇവർ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയോടാണ്. ഇതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ സമരം ചെയ്യേണ്ടിടത്ത് സമരം ചെയ്യാതെ, യഥാർത്ഥത്തിൽ ആശാവർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കാൻ ഉത്തരവാദിത്വവും അധികാരവും ഉള്ള ആളുകളെ സമരപ്പന്തലിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് പാട്ടുപാടി സ്വീകരിക്കുകയും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ ഇവിടെ സംസ്ഥാന വിഹിതം ഓണറേറിയത്തിൽ കൊടുക്കുന്ന കേരള ഗവൺമെൻറ്റിനെ അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഇത് പാവപ്പെട്ട ആശമാരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ളതല്ല. ഇത് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഒരു അരങ്ങൊരുക്കാൻ വേണ്ടി SUCI എന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഗൂഢാലോചനക്കാരുടെ നേതൃത്വത്തിലുള്ള ഒരു ദിശ തെറ്റിയ സമരമാണ്. അവരതിന് ആശാവർക്കർമാരുടെ പേര് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആശാവർക്കർമാരോടെല്ലാം അനുഭാവമാണ്. അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടണം. കേന്ദ്ര സർക്കാർ അതിനാവശ്യമായ നടപടി സ്വീകരിക്കുകയും വേണം. നാളെ മറ്റ് സ്കീം തൊഴിലാളികൾ കൂടി ഈ ഇത്തരം സമരങ്ങളുമായി മുന്നോട്ട് വരികയാണെങ്കിൽ അപ്പോൾ ഒരു സമരത്തിൽ തെറ്റായ സന്ദേശം കൂടിയുള്ള ഒരു സമരത്തെ എങ്ങനെയാണ് ഇടതുപക്ഷം അതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം എന്താണ് പറയാനുള്ളത്? ആ പരിഹാരം നമ്മളല്ല പറയേണ്ടത്, ആ പരിഹാരം കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ചെയ്യുന്നവർ ഏറ്റവും ദുർബലരായ മനുഷ്യരല്ലേ? അതിലധികവും സ്ത്രീകളാണ്. 2023-24 നമുക്ക് 10 കോടി തൊഴിൽ ദിനങ്ങളാണ് കേരളത്തിന് അനുവദിച്ചത്. 10 കോടി തൊഴിൽ ദിനം. ഒരാൾ ഒരു ദിവസം ചെയ്യുന്ന തൊഴിലാണ് ഒരു തൊഴിൽ ദിനം. 10 കോടി തൊഴിൽ ദിനം. എന്നാൽ 2024-25 അത് വെട്ടിച്ചുരുക്കി 6 കോടി തൊഴിൽ ദിനമായി. 2025-26 അത് 11 കോടിയായി അനുവദിക്കണം എന്നായിരുന്നു നമ്മുടെ ആവശ്യം. എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അത് വീണ്ടും വെട്ടിച്ചുരുക്കി 5 കോടിയായി കുറച്ചു എന്നാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, 23-24 10 കോടി തൊഴിൽ ദിനങ്ങൾ ലഭിച്ചു. 24-25 അത് 6 കോടിയായി കുറഞ്ഞു. 25-26 ഇപ്പോൾ അനുവദിക്കപ്പെട്ടത് 5 കോടി. ഇതെല്ലാം കുറച്ചു കൊണ്ടുവരികയാണ്. ഇപ്പോൾ 2023-24 ലഭ്യമായതിൻ്റെ നേർപകുതി തൊഴിൽ ദിനങ്ങളായിരിക്കും 2025-26 ഈ വരാൻ പോകുന്ന സാമ്പത്തിക വർഷം നമുക്ക് ലഭിക്കുക. നേർപകുതിയായി അവരുടെ വരുമാനം കുറയും. ഈ സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്നത്. ഇതിനെതിരെ തൊഴിലുറപ്പ് തൊഴിലാളി ഒരു സമരം ചെയ്താൽ അത് എവിടെയാണ് ചെയ്യേണ്ടത്? കേരള ഗവൺമെൻറ്റിൻ്റെ നേരെയാണോ അതോ കേന്ദ്ര ഗവൺമെൻറ്റിനോടാണോ? ഇതാണ് ചോദ്യം. എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും ഇതാണിപ്പോൾ നടക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് മറുപടി പറയിക്കേണ്ട ഒരു വിഷയമാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തിൽ ഉയർത്തുന്നത്. പക്ഷേ അവർക്ക് ചോദ്യം ചോദിക്കാനുള്ളത് കേരള ഗവൺമെൻറ്റിനോടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉള്ളതാണ്. അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം സമരം തുടങ്ങിയവർക്കാണ്. അഥവാ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള അധികാരമുള്ള കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. കേന്ദ്രം പരിഹരിക്കട്ടെ ആ പ്രശ്നം.